നന്ദി അജിനി ഡോക്ടറെ. I'll make her the എല്ലാവർക്കും host, okay? ആ, എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1967 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഡോക്ടർ നജീബ് അഹമ്മദ്, BHMS, IFM, FINEM, MBA, HCS. 15 വർഷത്തെ ചികിത്സാ പരിചയം. ഇതിനോടകം അനേകം വിലപ്പെട്ട ക്ലാസ്സുകളാണ് ഡോക്ടർ നമുക്ക് എടുത്തു തന്നിട്ടുള്ളത്. ഇന്നത്തെ വിഷയം ന്യൂട്രീഷൻ ഡിലേമ, തീൻ മേശയിലെ കൊലച്ചതി, ഭാഗം 3. ചെറുധാന്യങ്ങളുടെ ഇനങ്ങൾ, അവയുടെ പാചകവിധികളും എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നതിന് നജീബ് അഹമ്മദ് ഡോക്ടറെ ആദരപൂർവ്വം സ്നേഹപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡോക്ടർക്ക് ആരംഭിക്കാം. വളരെ നന്ദി ഡോക്ടർ ചെറിയാമജോൻ. കഴിഞ്ഞ ആഴ്ച വളരെ ഐതിഹാസികമായ ഒരു സംഭവം ഉണ്ടായി. 70 വർഷമായിട്ട് ലോകത്ത് തിരുവായ്ക്ക് എതിർവായില്ലാത്ത വിധം നമ്മളിലൊക്കെ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു വിഷയം ഉണ്ടായിരുന്നു, ഒരു ഡയറ്റ് ഫിലോസഫി. അതിനൊരു പിരമിഡൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ തീന്മേശ നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ പേര് തന്നെ എങ്ങനെയാണ്, നമ്മുടെ തീന്മേശ അട്ടിമറിച്ചതാര്, അല്ലെങ്കിൽ ന്യൂട്രീഷണൽ ഡിലമ്മ, ഇതൊക്കെയാണ് നമ്മുടെ ഈ പ്രോഗ്രാമിന് അല്ലെങ്കിൽ ഈ ഒരു സീരീസ് നമ്മൾ പേരിട്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ആരാണ് നമ്മുടെ തീന്മേശയിൽ നമ്മുടെ വിഭവങ്ങളെ തട്ടിമാറ്റിയത്, ആരാണ് നമ്മുടെ ഭക്ഷണശീലങ്ങൾ അട്ടിമറിച്ചത് എന്നുള്ള ഒരു ചോദ്യത്തിൻ്റെയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, ഒരു കാര്യം കഴിഞ്ഞ ആഴ്ച ഇവിടെ ഉണ്ടായി. അതായത് 70 വർഷം ആയിട്ട് നമ്മൾ പിന്തുടർന്ന ചില സംഭവങ്ങളെ അടപടലം മാറ്റിമറിക്കുന്ന ഒരു സംഭവം. നമുക്കറിയാം, ആൻസൽ കേസിനെ പോലുള്ളവരുടെ പകുതി മാത്രം വെന്ത ഈ ഭക്ഷ്യ ഫിലോസഫിയും അല്ലെങ്കിൽ ഫിസിയോളജിയും തീരെ വെന്തിട്ടില്ലാത്ത ലോകവീക്ഷണങ്ങളൊക്കെ ആയിട്ടുള്ള, ആരോഗ്യ വീക്ഷണങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സംഭവത്തെയാണ് നമ്മുടെ ഡോക്ടർമാരും നമ്മുടെ ആരോഗ്യ വകുപ്പുകളും നമ്മുടെ പോളിസി മേക്കേഴ്സൊക്കെ പിന്തുടർന്നിരുന്നത്. അതിൻ്റെ തിക്തഫലങ്ങൾ ഒരു സമൂഹം എന്ന നിലക്ക് ലോകത്തിലെല്ലാവരും അനുഭവിച്ചിരുന്നു. കാരണം അമേരിക്കയിലെ അമ്മാവന് കോൺസ്റ്റിപ്പേഷൻ അടിച്ചാൽ നമുക്കും അവിടെ അമ്മാവിന് ഡയറിയ പിടിച്ചാൽ നമ്മൾക്കും വയറിളക്കം. ഇതാണ് ലോകത്തിൻ്റെ നിയമം. നമ്മുടെ ഡോക്ടർമാരും ഡിപ്പാർട്ട്മെൻറ്റുകളും തൊടാതെ വിഴുങ്ങിയിരുന്ന കാര്യങ്ങളായിരുന്നു പൊതുവെ. USDA പോലുള്ള അമേരിക്കയിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ, അതുപോലെ ഹെൽത്ത് സർവീസസ് പോലുള്ള, ഹ്യൂമൻ സർവീസസ് പോലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ എഴുതി തയ്യാറാക്കുന്ന കാര്യങ്ങളാണ് ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ അംഗീകരിച്ചിരുന്നത്. കാരണം നമുക്കറിയാം, കോഴിമുട്ട തുടരുത്, പാല് ലോ ഫാറ്റ് ആയിരിക്കണം, എല്ലാം ലോ ഫാറ്റ് ആയിരിക്കണം, വെള്ളിച്ചെണ്ണയെക്കുറിച്ച് മിണ്ടരുത്. ഇതൊക്കെയായിരുന്നു നമ്മളെ പഠിപ്പിച്ചതും പഠിപ്പിക്കപ്പെട്ടതും നമ്മളടക്കം പറഞ്ഞു നടന്നിരുന്നതും. അങ്ങനെ നല്ലതിനെയൊക്കെ നമ്മൾ തെമ്മാടിക്കുഴിയിൽ തള്ളി സീഡ് ഓയിലുകളെയൊക്കെ വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിച്ചു. ചോറ് തിന്നരുത് എന്ന് പറയുമ്പോഴും ഗോതമ്പും ഒക്കെ തിന്നാമെന്ന് പഠിപ്പിച്ച, എന്നാൽ ഹൈ ഫാറ്റ് ട്രാൻസ് ഫാറ്റുകളെക്കുറിച്ചൊന്നും മിണ്ടാത്ത, അല്ലെങ്കിൽ അധികം കൃത്യമായി പറഞ്ഞു കൊടുക്കാത്ത ഒരു രീതിയായിരുന്നു നമ്മുടേത് മൊത്തത്തിൽ. നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ കഴിഞ്ഞ പ്രോഗ്രാമിലൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ കുറേ നേരം വെളുത്തിട്ടില്ലാത്ത കുറേ തിട്ടൂരങ്ങൾ ആണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നതും പഠിപ്പിച്ചുകൊണ്ടിരുന്നതൊക്കെ. എന്നാൽ ഇനി അമേരിക്കയിൽ നേരം വെളുത്താലോ? എന്നാൽ അവിടെ സൂര്യൻ ഉദിച്ചു. കഴിഞ്ഞ ആഴ്ച റോബർട്ട് കെന്നഡി, നിങ്ങൾക്കറിയാമല്ലോ, റോബർട്ട് കെന്നഡി ജൂനിയർ, അദ്ദേഹത്തിൻ്റെ രൂപത്തിലായിരുന്നു അവിടെ അർക്കോദയം ഉണ്ടായത്. പിന്നെ അദ്ദേഹം പറഞ്ഞു, മൈ മെസ്സേജ് ഇസ് ക്ലിയർ, ഈറ്റ് റിയൽ ഫുഡ്. എന്നിട്ട് അദ്ദേഹം ഒരു ലിസ്റ്റ് തയ്യാറാക്കി. അദ്ദേഹം നേരത്തെ ഉണ്ടായിരുന്ന USDA പിരമിഡ്, നമുക്കറിയാം, നമ്മൾ ആ ക്ലാസിക്കൽ ഫുഡ് പിരമിഡുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഏറ്റവും ബേസിൽ, ഏറ്റവും വലിയൊരു ഭാഗത്ത് ഒരുപാട് ധാന്യങ്ങളും ഒരുപാട് ബ്രെഡുകളും ബണ്ണുകളും ഇങ്ങനെ നിറച്ചു വെച്ചിരിക്കുന്നു. പിന്നെ കുറേ പച്ചക്കറികളും ഫലങ്ങളും, ഏറ്റവും മുകളിൽ അല്പം മാത്രം പ്രോട്ടീനുകളും ഫാറ്റുകളൊക്കെ. ഇങ്ങനെയുള്ള ഒരു വിചിത്രമായ ഒരു പിരമിഡ്, ഫുഡ് പിരമിഡും അതിന് തക്കതായിട്ടുള്ള ഒരു മൈ പ്ലേറ്റ് എന്ന പേരിൽ ഭക്ഷണത്തിൻ്റെ പ്രപ്പോർഷൻ നിയന്ത്രിക്കുന്ന ഒരു പ്ലേറ്റുമാണ് കഴിഞ്ഞ 70 വർഷങ്ങളിലായിട്ട് വളരെ വ്യവസ്ഥാപിതമായിട്ട് ലോകത്ത് നടന്നിരുന്ന. അതിൻ്റെ മാറ്റ് പിടിച്ചാണ് വലിയ കുത്തകകളൊക്കെ
ഭക്ഷ്യ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുകയും നമ്മുടെ തീന്മേശകളെ അത് കീഴടക്കുകയും ചെയ്യുന്നത്, ഇതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിരുന്നു. പക്ഷെ പുതിയത് എന്താണ് സംഭവിച്ചത്? റോബർട്ട് കെന്നഡി വന്നിട്ട് പഴയ നമ്മുടെ അൻസൽ കീസൊക്കെ ഉണ്ടാക്കിയ ആ പ്ലേറ്റിനെയും അല്ലെങ്കിൽ ആ പിരമിഡിനെ എടുത്ത് തലകുത്തനെ പിടിച്ചു. അയാൾ തലകുത്തനെ പിടിച്ചിട്ട് 4 കുടയൽ കുറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, വി വിൽ മേക്ക് അമേരിക്ക ഹെൽത്തി അഗെയിൻ. MHAH, മഹ. മേക്ക് അമേരിക്ക MAHA, മഹ. അതൊരു മഹാസംഭവമായിരുന്നു. മഹ എന്നാൽ മേക്ക് അമേരിക്ക ഹെൽത്തി അഗെയിൻ. പക്ഷെ അമേരിക്കയിൽ നല്ലൊരു കാര്യം ഉണ്ടായാൽ ഈ ഗ്ലോബലൈസേഷൻ്റെ കാലത്ത് അതിൻ്റെ അനുരണങ്ങൾ, അതിൻ്റെ മാറ്റൊലികൾ നമ്മുടെ നാട്ടിലും ഉണ്ടാകും എന്ന ശുഭപ്രതീക്ഷയോടെയാണ് നമ്മളൊക്കെ ആ പ്രഖ്യാപനത്തെ നമ്മൾ ശ്രദ്ധിച്ചത്. അദ്ദേഹം വീണ്ടും പറഞ്ഞു, കാരണം ലോകത്തിൻ്റെ വലിയേട്ടനും പോലീസും അമ്മാവനൊക്കെ ഈ അങ്കിൾ സാമാണ്, നമ്മുടെ ഈ അങ്കിളാണ്. അതുകൊണ്ട് അവിടെയുള്ള മാറ്റങ്ങളൊക്കെ നമ്മളുടെയും അവിടുത്തെ കോൺസ്റ്റിയൊക്കെ നമ്മുടെയും കോൺസ്റ്റിയാണ്. അപ്പോൾ ഈറ്റ് റിയൽ ഫുഡ് എന്നാണ് റോബർട്ട് എഫ് കെന്നഡി നിങ്ങൾക്ക് അറിയായിരിക്കും. കെന്നഡി ഫാമിലിയിലെ ഏറ്റവും അവസാനത്തെ, ഏറ്റവും ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി. കെന്നഡി ഫാമിലിയിലെ ചരിത്രം പറയുകയാണെങ്കിൽ വലിയ പോരാട്ടങ്ങളുടെ, വലിയ മനുഷ്യാവകാശ പരമായ വലിയ നേതൃത്വങ്ങളുടെ ഒരു ചരിത്രം കൂടിയാണ് അവരുടെ മൊത്തം കുടുംബ ചരിത്രം. ഏറ്റവും നമ്മൾക്കറിയാം, റോബർട്ട് കെന്നഡി തന്നെ അത് വിശദമായിട്ട് പറയേണ്ട വേറൊരു കഥയാണ്. കോവിഡ് കാലത്തൊക്കെ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, വലിയ കമ്പോള കുത്തകകൾക്കെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, ഇതൊക്കെ വളരെ വളരെ വലിയ, അതായത് വാക്സിൻ പോലുള്ള ഭീമന്മാരുടെ നേരെയുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, ആ നിലപാടുകൾക്ക് അനുസരിച്ചുള്ള അത്രയും ശക്തമായൊരു നിലപാടാണ് ഇന്ന് അദ്ദേഹം പുതിയ ഒരു ഫുഡ് പിരമിഡിലൂടെ, ഒരു പുതിയ ഭക്ഷ്യ സംസ്കാരത്തിലൂടെ, ഒരു ഫുഡ് ഡയറ്റ് പ്രോഗ്രാമിലൂടെ അദ്ദേഹം മുന്നോട്ട് വന്നിരിക്കുന്നത് നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങളാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. നമ്മൾക്കറിയാം, ഈ പറയുന്ന പുതിയ പിരമിഡിൻ്റെ പ്രത്യേകത എന്താണ്? പഴയ പിരമിഡിൽ നമ്മൾ പറഞ്ഞതുപോലെ ഏറ്റവും ബേസിലാണ്, ഏറ്റവും വലിയ ഏരിയയാണ് ബേസ്. ഒരു പിരമിഡിൻ്റെ ഏറ്റവും വലിയ ഏരിയയാണ് ബേസ്. അവിടെയാണ് എല്ലാ കാർബുകളും. അത് തലകുത്തനെ പിടിച്ചപ്പോൾ കാർബുകളൊക്കെ ഏറ്റവും മുകളിലുള്ള മൂലയിൽ ഒതുക്കപ്പെട്ടു. ഏറ്റവും ബേസിൽ നല്ല പ്രോട്ടീനുകൾ, പ്രോട്ടീൻ ഫോക്കസ് ഓൺ 14, അല്ലെങ്കിൽ പ്രയോറിറ്റൈസിങ് പ്രോട്ടീൻസ് ആൻഡ് ക്വാളിറ്റി ഫാറ്റ്. ഫാറ്റിനെതിരെയുള്ള യുദ്ധം അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞത്. വി ഷുഡ് സ്റ്റോപ്പ് ദ വാർ അഗെയിൻസ്റ്റ് ക്വാളിറ്റി ഫാറ്റ്സ്, അതാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി മിഡിൽ ടയറിലേക്ക് വരുമ്പം നല്ല ഫ്രൂട്ടുകളെല്ലാം ഒരുപോലെ നല്ലത് എന്ന് പറയുന്നില്ല. ഒരുപാട് നല്ല ഫ്രൂട്ടുകളുണ്ട്, അതിൻ്റെ ഹോൾസം ഫ്രൂട്ടുകൾ, പലപ്പോഴും ഓർഗാനിക് ഫ്രൂട്ടുകൾ. പലപ്പോഴും ഫ്രൂട്ടിൽ നിന്ന് നമ്മൾ വാങ്ങുന്നതും കാണുന്നതൊക്കെ അങ്ങേയറ്റം കറപ്റ്റഡ് ആണ്. കാരണം നമ്മുടെ വലിയ രീതിയിലുള്ള പ്രൊഡക്ഷൻ കാരണം, അല്ലെങ്കിൽ മാസ് പ്രൊഡക്ഷൻ കാരണം ഫ്രൂട്ടുകളിൽ, അപ്പോഴും ഫ്രൂട്ടിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കുക. നല്ലൊരു പങ്ക് ഫ്രൂട്ടിന് വേണ്ടി നമ്മൾ മാറ്റിവെച്ചിരിക്കുന്നു ഈ പിരമിഡിൽ. ഏറ്റവും താഴെയുള്ള, ഏറ്റവും മൂലയിൽ ഒതുങ്ങിയിരിക്കുകയാണ് ഹോൾ ഗ്രെയിനുകൾ. അവിടെയും ഹോൾ ഗ്രെയിനാണ്. റിഫൈൻഡ് ഗ്രെയിനുകളെയൊക്കെ ഡയറ്റ് ചാർട്ടിൽ നിന്ന് പൂർണ്ണമായി തള്ളിയിരിക്കുന്നത്. എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നൊരു ഏരിയയിലാണ്. ഹൈലി പ്രോസസ്ഡ് ഫുഡ് ലൈക്ക് സാധനം, നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ പ്രോസസ്ഡ്, അൾട്രാ പ്രോസസ്ഡ് ഫുഡ് മിമിക്കിംഗ് തിങ്സ് ദാറ്റ് വി കോൾ ഫുഡ്. നമ്മൾ ഫുഡ് എന്ന് പറഞ്ഞിരുന്ന, തെറ്റിദ്ധരിച്ചിരുന്ന പല സാധനങ്ങളെയും ഈ പിരമിഡിൽ നിന്ന് പൂർണ്ണമായി പുറത്താക്കിയിരിക്കുകയാണ്. ഇതൊരു വിപ്ലവമാണ്. ഇത് വലിയൊരു കാര്യമാണ്. അപ്പോൾ അതിൽ കോർ മാക്രോന്യൂട്രിയൻ ഷിഫ്റ്റ് ഉണ്ടായിരിക്കുന്നത് എന്താണ്? പ്രോട്ടീൻ ഫോക്കസ് തന്നെയാണ്. അതുപോലെ ഫുൾ ഫാറ്റ് ഡയറി. നമ്മൾ അടുത്ത കാലം വരെ നമ്മൾ തന്നെ പലപ്പോഴും നമ്മൾ ഡയറി വാങ്ങുമ്പോൾ സ്കിംഡ് മിൽക്ക്, ലോ ഫാറ്റ് ഇതൊക്കെയാണ് വാങ്ങാറുള്ളത്. ലോ ഫാറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു വലിയൊരു കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ലോ ഫാറ്റിനെ കുറിച്ചുള്ള നമ്മുടെ ഒബ്സെഷൻ അവസാനിക്കണമെന്നും ക്വാളിറ്റി ഫാറ്റ് എപ്പോഴും ലോ ഫാറ്റ് ആവണം എന്നുള്ളതാണ് പുതിയ ശാസ്ത്രം പറയുന്നത്. അതൊക്കെ ഇപ്പോൾ നാഷണൽ ഫുഡ് പോളിസിയിലേക്ക് വന്നിരിക്കുന്നു, വലിയ മാറ്റങ്ങൾ. അതുപോലെ ഗ്രെയിൻസിനെ കുറിച്ച്, കാർബോഹൈഡ്രേറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഹോൾ ഗ്രെയിൻ, ഹോൾസം ഗ്രെയിൻ, ക്വാളിറ്റി ഗ്രെയിൻസ്, അല്ലെങ്കിൽ നാച്ചുറൽ ഗ്രെയിൻസ്, ഇത്തരം ഗ്രെയിനുകളിലേക്ക് പോകണം. അതാണ് അദ്ദേഹം പറയുന്നത് ഈറ്റ് റിയൽ ഫുഡ്, അൾട്രാ പ്രോസസ്ഡ് അല്ല, അതുപോലെ ഒരുപാട് ഷുഗറുകളല്ല, ഇത്തരം കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് റിയൽ ഫുഡ് എന്താണ് അത് കഴിക്കുക. അപ്പോൾ റിയൽ ഫുഡ് എന്താണ്? നമ്മുടെ വിഷയത്തിലേക്ക് വരാം. റിയൽ ഫുഡ് എന്താണെന്ന് നമ്മൾ 4 ഡയമെൻഷൻസ് ഓഫ് റിയൽ ഫുഡ് അല്ലെങ്കിൽ ഹെൽത്തി ഫുഡിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു. ആ ഫുഡ്, അതിന് 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത് സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്ന്, ബയോളജിക്കലി അത് റിയൽ ഫുഡ് ആയിരിക്കണം, ഹെൽത്തി ആയിരിക്കണം.
എൻവയോൺമെൻ്റലി സപ്പോർട്ടീവ് ആയിരിക്കണം, കൾച്ചറലി കമ്പസിറ്റ് ആയിരിക്കണം, അതുപോലെ സ്പിരിച്വൽ ആൻഡ് സൈക്കോളജിക്കൽ ആയിട്ടുള്ള നമ്മുടെ ഉന്നമനത്തിന് ഈ ഭക്ഷണം നമ്മളെ സഹായിക്കണം. ഇങ്ങനെ ഈ 4 ഡയമെൻഷൻസിനെയും ഒരുപോലെ സഹായിക്കുന്ന ഭക്ഷണമാണ് മില്ലറ്റ് എന്നും നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ജോയിൻ ചെയ്യാത്തവർക്ക് വേണ്ടി ഒന്നുകൂടി അത് പറയുകയാണ്. ബയോളജിക്കലി അത് ഷുഡ് ബി ഹോൾ, അൺപ്രോസസ്ഡ്, ഫൈബർ റിച്ച് ഉള്ളതായിരിക്കണം, ന്യൂട്രീഷനലി ഡെൻസ് ആയിരിക്കണം. ഇതാണ് ബയോളജിക്കലി ഹെൽത്തി ആയിട്ടുള്ള അതിൻ്റെ ഡയമെൻഷൻ. രണ്ടാമത്തത് സീസണൽ ആയിരിക്കണം, ലോക്കൽ ആയിരിക്കണം, സസ്റ്റൈനബിൾ ആയിരിക്കണം, എത്തിക്കലി സോഴ്സ്ഡ് ആയിരിക്കണം. പാവപ്പെട്ടവരൊക്കെ ഇത് നമ്മൾ ബയോളജിയും കുറിച്ചും സയൻസിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ എത്തിക്സിനെ കുറിച്ച് പറയുകയാണ് ഫുഡിൻ്റെ വലിയ ശാസ്ത്രജ്ഞന്മാർ. അവർ പറയുന്നത് സോഴ്സിങ് എത്തിക്കലായിരിക്കണം. ഒരു രാജ്യത്തിൻ്റെ മണ്ണിനെയും വായുവിനെയും മലിനമാക്കി അവിടുത്തെ വെള്ളത്തെ സ്രോതസ്സുകളെ ചൂഷണം ചെയ്തിട്ടുള്ള ഫുഡ് ആയിരിക്കരുതെന്ന് പറയുന്ന റിയൽ ഫുഡ് എന്നുള്ളത്. അതുപോലെ കൾച്ചറലി ട്രഡീഷണൽ വിസ്ഡത്തെ പ്രൊമോട്ട് ചെയ്യുന്ന, അതുപോലെ സ്പിരിച്വൽ ആൻഡ് സൈക്കോളജിക്കലി നമ്മളെ വളർത്തുന്ന, മൈൻഡ്ഫുൾ ഈറ്റിങ്ങിനെയൊക്കെ സഹായിക്കുന്ന രീതിയിലായിരിക്കണം ഫുഡിൻ്റെ മൊത്തത്തിലുള്ള രീതികളും വിശദാംശങ്ങളും എന്നുള്ളതാണ്. ഇവിടെ റിയൽ ഫുഡിനെ കുറിച്ച് പറയുമ്പോൾ മില്ലറ്റ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മില്ലറ്റ്സിൽ 2 തരത്തിലാണ്, പലതരത്തിലുള്ള വർഗീകരണവും ക്ലാസിഫിക്കേഷൻ മില്ലറ്റ്സിലുണ്ട്. അതിലൊന്നാണ് പോസിറ്റീവ് മില്ലറ്റ്സ് ആൻഡ് അതർ മില്ലറ്റ്സ്. പോസിറ്റീവ് മില്ലറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും പല രോഗങ്ങളെയും, തെറാപ്യൂട്ടിക് മില്ലറ്റ്സ് നമ്മൾ അതിനെക്കുറിച്ച് പറയാം. അതിന് പലതരത്തിലുള്ള തെറാപ്യൂട്ടിക് യൂസുകളുണ്ട്. തെറാപ്യൂട്ടിക് ആയിട്ടുള്ള രോഗത്തെ നിഹനിക്കുന്ന അല്ലെങ്കിൽ അതിനെ ചികിത്സിക്കുന്ന, ആശ്വാസം നൽകുന്ന കാര്യങ്ങൾ ഈ തെറാപ്യൂട്ടിക് മില്ലറ്റ്സിൽ ഉണ്ടെന്നുള്ളതാണ്. അതിലൊന്ന് നമ്മൾ തെന എന്ന് പറയാറില്ല, നമ്മുടെ മലയാളത്തിൽ പറയുന്ന തെനയാണ്. തെന അല്ലെങ്കിൽ ഫോക്സ്ടെയിൽ മില്ലറ്റ്. എന്തുകൊണ്ടാണ് ഈ ഫോക്സ്ടെയിൽ മില്ലറ്റ് ഒരു തെറാപ്യൂട്ടിക് മില്ലറ്റ് ആവുന്നത്? അതിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ്, മറ്റ് പല മില്ലറ്റുകളും ഗ്ലൈസീമിക് ഇൻഡെക്സ് ആണ്, തെനയിലാണെങ്കിൽ അത് വളരെ സബ്സ്റ്റാൻഷ്യലി ലോ ആണ്. അതുകൊണ്ട് തന്നെ ഇൻസുലിൻ സെൻസിറ്റൈസേഷന് സഹായിക്കുന്നു, ഇൻസുലിൻ റെസിസ്റ്റൻസിനെ അത് നിയന്ത്രിക്കുന്നു. തെന അതിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് വളരെ കുറവാണ്. അതുപോലെ അതേ സമയത്ത് തന്നെ ഗട്ടിന് വളരെ ജെൻറ്റിലാണ്. ഗട്ടിനെ പ്രകോപിപ്പിക്കുന്ന, നമ്മുടെ ബാക്ടീരിയകളെ തകർക്കുന്ന, ഗട്ടിൻ്റെ അതിൻ്റെ ഒരു നിയന്ത്രണത്തെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഫുഡുകളല്ല ഈ പറയുന്ന തെനകൾ. അതുകൊണ്ട് ഗട്ട് മെറ്റബോളിസത്തിനെ സഹായിക്കുന്നതാണ്. അതുപോലെ അതിന് ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ലോ ഗ്ലൈസമിക് ഇൻഡെക്സ് ഫുഡ് എന്ന് പറയുമ്പം ഭക്ഷണത്തിന് ശേഷമുള്ള ഒരു ഗ്ലൂക്കോസ് ഷൂട്ടപ്പ് ഉണ്ട്. നമ്മളിപ്പം പറഞ്ഞിട്ടുണ്ട് ഗ്ലൂക്കോസ് സ്പൈക്ക്. അതിന് ചുവട് പിടിച്ചുള്ള ഇൻസുലിൻ സ്പൈക്ക്. ഗ്ലൂക്കോസ് സ്പൈക്കിനേക്കാളും ഭീകരവും ഗുരുതരവുമാണ് ഇൻസുലിൻ സ്പൈക്ക്. ഈ സ്പൈക്കുകൾ തിന കഴിക്കുമ്പോൾ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതുപോലെ തിനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തിനയിൽ വളരെയേറെ മെഗ്നീഷ്യം ഉണ്ടെന്നുള്ളതാണ്. എല്ലാ ചെറുധാന്യങ്ങളിലും എല്ലാ മില്ലറ്റുകളിലും ഒരുപോലെ ഹൈ ലെവൽസ് ഓഫ് മെഗ്നീഷ്യം ഉണ്ടാവണമെന്നില്ല. പക്ഷേ തിനയിൽ ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി ആൻഡ് പർട്ടിക്കുലർലി വെരി ഹൈ. അതുകൊണ്ട് തന്നെ ഈ മെഗ്നീഷ്യത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇൻസുലിൻ്റെ പ്രോപ്പർ സിഗ്നലിങ്ങിന് നമുക്ക് ഈ മെഗ്നീഷ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് നമ്മൾ എല്ലാ ഫങ്ഷണൽ മെഡിസിൻ ഡോക്ടേഴ്സും ഏറ്റവും പ്രധാനപ്പെട്ട, ഇന്ന് ലാബ് റിപ്പോർട്ടിൽ മെഗ്നീഷ്യം നോക്കിയിട്ടല്ല നമ്മൾ മെഗ്നീഷ്യം കൊടുക്കാറുള്ളത്. കാരണം കൺവെൻഷണൽ ലാബ് വിസ്ഡം എന്ന് പറയുന്നത് വളരെ പ്രിമിറ്റീവാണ്, വളരെ അബദ്ധമാണ്, ഒരുപാട് അപ്ഡേഷൻ ആവശ്യമുള്ളതാണ്. അതേ സമയത്ത് നമ്മൾ മെഗ്നീഷ്യം കൊടുക്കുന്നത് ഡിസ്പൈറ്റ് ദാറ്റ് റിപ്പോർട്ടഡ് നോർമൽ ലാബ് വാല്യൂ, അവിടെ നോർമൽ അല്ല, ഐഡിയൽ ആണ് നമ്മൾ പറയുന്നത്. ആൻഡ് ഐഡിയൽ ലാബ് വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് പ്രോസ്പാൻഡിയൽ ഇൻസുലിൻ അല്ലെങ്കിൽ പോസ്റ്റ്പാൻഡിയൽ ഗ്ലൂക്കോസ് നിയന്ത്രിക്കണം, മെഗ്നീഷ്യം വേണം. അതുപോലെ മെഗ്നീഷ്യം ഇൻസുലിൻ റിസപ്റ്റേഴ്സിൻ്റെ ആക്ടിവിറ്റീനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എലമെൻ്റാണ് സ്വാഭാവികമായിട്ടും. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന തിനയിലുള്ള വേറൊരു കാര്യം, തിനയുടെ മെഗ്നീഷ്യം കൂടാതെ വളരെയേറെ പ്രോട്ടീൻ, മിക്ക മില്ലറ്റിലും പ്രോട്ടീൻസ് ഉണ്ട്, തിനയിൽ വളരെ കൂടുതലാണ്. പ്രോട്ടീൻ ടു കാർബോഹൈഡ്രേറ്റ് റേഷ്യോ ഉണ്ട് മില്ലറ്റിൽ. തിനയിൽ പ്രോട്ടീനാണ് കാർബോഹൈഡ്രേറ്റിനാണ് കൂടുതൽ. യൂഷ്വലി മില്ലറ്റ്സിനെ കുറിച്ച് പറയുമ്പം എന്താണ് പറയാറുള്ളത്? അതൊക്കെ കാർബോഹൈഡ്രേറ്റ് ആണെന്നാണ് നമ്മൾ പറയാറുള്ളതെങ്കിലും ഒരുപാട് കാർബോഹൈഡ്രേറ്റും പലപ്പോഴും നല്ല ഫാറ്റും ഉള്ളതാണ് മിക്കവാറും മില്ലറ്റുകൾ. തിനയിൽ പ്രോട്ടീൻ ടു കാർബോഹൈഡ്രേറ്റ് ഈസ് ഇൻ എ ബെറ്റർ റേഷ്യോ. അതുപോലെ അതിൻ്റെ തെറാപ്യൂട്ടിക് യൂസ് എന്താണ്? പലപ്പോഴും നമ്മൾക്ക് രാവിലെ
കഴിക്കാൻ പറ്റിയൊരു സാധനമാണ് ഈ പറയുന്ന തെന. ആസ് എ ബ്രേക്ക്ഫാസ്റ്റ് റീപ്ലേസ്മെൻറ്റ്, നമുക്ക് പ്രാതലിന് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് തിന. അതുപോലെ റൈസ്, വീറ്റ് പോലുള്ള സാധനങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പലപ്പോഴും വീറ്റിൻ്റെ കൂടെ നമുക്ക് കമ്പൈൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ തിന തനിച്ചോ നമുക്ക് കഴിക്കാൻ പറ്റും. പലതരം പ്രിപ്പറേറ്ററി മോഡൽസ് അതിനുണ്ട്. ഉപ്മാവ് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ഇതിന് അരിയുടെ അടുത്ത് നിൽക്കുന്ന ഒരു സാധനമാണ് ബേണിയാർഡ് പോലെ. അപ്പം അരി കൊണ്ട് ഉണ്ടാക്കുന്ന പല സംഭവങ്ങൾ നമുക്ക് ഉപ്മാവ് ഉണ്ടാക്കാൻ പറ്റും, ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റും ഫെർമെൻറ്റ് ചെയ്തിട്ട്. അതുപോലെ കഞ്ഞി ഉണ്ടാക്കാൻ പറ്റും. തെന വളരെ നല്ലൊരു കഞ്ഞി റെസിപ്പിയാണ് തെനയിൽ നമുക്ക് കിട്ടുന്നത്. സ്വാഭാവികമായിട്ടും ഈ ലോ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് തന്നെ, ഇൻസുലിൻ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് സാറ്റിറ്റി, അതുപോലെ ഇതിൻ്റെ ഫൈബർ കാരണം നമുക്ക് വെയിറ്റ് കൺട്രോളിന് വളരെ നല്ലതാണ്. പെട്ടെന്ന് വയറ് നിറയുന്ന ഫീലിംഗ് നമുക്ക് ഉണ്ടാകുന്നു ഫൈബർസ് കൂടുതലുള്ളത് കൊണ്ട്. അതുപോലെ ഇൻസുലിൻ കൺട്രോൾ ഉള്ളത് കൊണ്ട് തന്നെ നോൺ ആൽക്കഹോളിക് സ്റ്റീറ്റോ ഹെപ്പറ്റൈറ്റിസ് അല്ലെങ്കിൽ ഫാറ്റി ലിവർ ഡിസീസ് നമ്മൾ പറയുന്ന ഇന്നത്തെ ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നമാണത്, ആസ് എ മെറ്റബോളിക് ഡിസീസ്. അതുപോലെ PCOS, പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം, ഇത്തരം വളരെ പോപ്പുലർ ആയിട്ടുള്ള വളരെ കോമൺ ആയിട്ടുള്ള പല കണ്ടീഷൻസിനും നമ്മൾ ഫോക്സ്റ്റെയിൽ മില്ലറ്റ് കഴിക്കുന്നത്, അത് തിന കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഫോക്സ്റ്റെയിൽ മില്ലറ്റ് എന്നാണ് പൊതുവെ പറയുക, അല്ലെങ്കിൽ തിന എന്ന് പറയാം. സെറ്റേറിയ എന്നാണ് അതിൻ്റെ ശാസ്ത്രീയ നാമം. അപ്പോൾ അതാണ് തിനയുടെ കഥകൾ. ഇനി നമുക്ക് ലിറ്റിൽ മില്ലറ്റ് എന്ന ഒരു മില്ലറ്റിനെ കുറിച്ച് പറയാം. ചാമ, നമ്മൾക്കെല്ലാം അറിയാം ചാമയുടെ പ്രത്യേകത വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇതും കൂടിയാണ്. വളരെയേറെ ഫൈബർ ഉള്ള, അതുകൊണ്ട് തന്നെ വളരെ ലോ ഇൻഫ്ലമേറ്ററി പൊട്ടൻഷ്യലുള്ള, അതിൻ്റെ ഇൻഫ്ലമേഷൻ പ്രൊഫൈൽ വളരെ. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം തന്നെ ഫുഡ് നമ്മൾക്ക് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും. പലപ്പോഴും നമ്മൾ കഴിക്കുന്ന ഫുഡ് ഒരുതരം ലോ സ്റ്റേറ്റ് ക്രോണിക് ഇൻഫ്ലമേറ്ററി സ്റ്റേറ്റിലേക്ക് നമ്മുടെ സിസ്റ്റത്തിന് സെല്ലുലാർ ഇൻഫ്ലമേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നു. പല ക്രോണിക് ഡിസീസസിൻ്റെയും ബേസ് ആണ് ഈ പറയുന്ന ഇൻഫ്ലമേഷൻ. മെറ്റബോളിക് ഡിസീസൊക്കെ തുടങ്ങുന്നത് ഈ ലോ സ്റ്റേറ്റ് ഇൻഫ്ലമേഷനിൽ നിന്നാണ്. അപ്പോൾ ഈ ചാമ അല്ലെങ്കിൽ ലിറ്റിൽ മില്ലറ്റ്, ഇതിനെ നമുക്ക് വേറൊരു പേരാണ് ഗട്ട് മില്ലറ്റ് നമുക്ക് പറയാം, അല്ലെങ്കിൽ ഗട്ടിനെ സഹായിക്കുന്ന മില്ലറ്റ്. അതുകൊണ്ട് തന്നെ ഗട്ട് പ്രോ, നമ്മൾ നേരത്തെ പറഞ്ഞ മില്ലറ്റ് ആണെങ്കിലും തിനയാണെങ്കിലും വയറ്റിന് ഗട്ടിന് ഒരുപാട് സഹായിക്കുന്ന മില്ലറ്റാണ്. പക്ഷേ ചാമ വളരെ പ്രത്യേകിച്ച്, അതർവൈസ് ഇറ്റ് ഈസ് കോൾഡ് ഗട്ട് മില്ലറ്റ്, അതിൻ്റെ മറ്റൊരു പേരാണ് ഗട്ട് മില്ലറ്റ്. അത്രയേറെ ഇൻഫ്ലമേഷനെ അല്ലെങ്കിൽ ഗട്ട് ഇൻഫ്ലമേഷനെ പ്രത്യേകിച്ച് അത് സഹായിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഗട്ട് മൊബിലിറ്റി, ഫൈബേഴ്സ് ഉള്ളതും ഗട്ട് മൊബിലിറ്റി, അതുപോലെ ഫൈബേഴ്സ് ഒരുപാടുള്ളതുകൊണ്ട് LDLൻ്റെ കൺട്രോൾ ചെയ്യുന്നു, അതിൻ്റെ തോത് നിയന്ത്രിക്കുന്നു. അതുപോലെ ഗട്ടിൻ്റെ മൈക്രോബയോമിനെ, നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇൻഫ്ലമേഷൻ കുറക്കുന്നു എന്നുള്ളതാണ്. ഇൻഫ്ലമേഷൻ കുറയുമ്പോൾ മൈക്രോബയോം ഹെൽത്തി ആവുന്നു. കൂടാതെ ഫൈബർ വയറ്റിലേക്ക് എത്തിയിട്ട് നമ്മുടെ ഗട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ഫൈബർ പലപ്പോഴും കത്തിത്തീരുന്നത് നമ്മുടെ ചെറുകുടലിലെത്തുമ്പോൾ തന്നെ പലപ്പോഴും പല തരത്തിലുള്ള ഫൈബേഴ്സും കത്തിപ്പോകുന്നു. പക്ഷേ മില്ലറ്റിൻ്റെ ഫൈബേഴ്സ് അതിനെയും പാസ് ചെയ്ത് ലോവർ ഗട്ടിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ അത് നമ്മുടെ സുഹൃത്തുക്കൾക്ക്, അവിടുത്തെ കുഞ്ഞന്മാരായ ബാക്ടീരിയകൾക്കും ഗട്ട് മൈക്രോബുകൾക്കും നല്ലൊരു വിരുന്നാകുന്നു. അതുകൊണ്ട് തന്നെ ചാമ പോലുള്ള ഭക്ഷണം മൈക്രോബിൻ്റെ ഡൈവേഴ്സിറ്റിയെ വർദ്ധിപ്പിക്കുന്നു, ഇൻഫ്ലമേഷനെ കുറക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഗട്ട് ബ്രെയിൻ ആക്സിസിനെ സഹായിക്കുന്ന ഒരു സാധനം കൂടിയാണ്. ഗട്ട് ബ്രെയിൻ ആക്സിസിനെ സഹായിക്കുമ്പോൾ നമ്മൾക്കറിയാം, പ്രത്യേകിച്ച് നമ്മുടെ IBS പോലുള്ള രോഗങ്ങൾ, കോൺസ്റ്റിപ്പേഷൻ, ഡയറിയ, ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം, ഇതിനെയൊക്കെ സഹായിക്കുന്നത് ചാമ എന്ന ലിറ്റിൽ മില്ലറ്റാണ്. ഈ ലിറ്റിൽ മില്ലറ്റ്, പക്ഷേ നമ്മളിത് വെൽ കുക്ക്ഡ് ആയിരിക്കണം എന്നുള്ളതാണ്. നന്നായിട്ട് നമ്മളിത് കുക്ക് ചെയ്യണം. ഏത് മില്ലറ്റും നന്നായി കുക്ക് ചെയ്തില്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി എ ബിറ്റ് കൗണ്ടർ പ്രൊഡക്റ്റീവ് ഇൻ സം ഇൻഡിവിജ്വൽ. ചിലർക്ക് മാത്രം ചിലപ്പോൾ നന്നായി കുക്ക് ചെയ്തില്ലെങ്കിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കാം. അതുകൊണ്ട് തന്നെ നന്നായി കുക്ക് ചെയ്യേണ്ടതാണ് ചാമ പോലുള്ള മില്ലറ്റുകൾ. അപ്പം സ്വാഭാവികമായിട്ടും ഫൈബർ ഉള്ളത് കൊണ്ട് തന്നെ ഗ്ലൂക്കോസ് മെറ്റബോളിസത്തെ, അല്ലെങ്കിൽ ലിപ്പിഡ് മെറ്റബോളിസത്തെ, ഫാറ്റ് മെറ്റബോളിസത്തെ അത് നിയന്ത്രിക്കുന്നു. ഹൈപ്പർ ലിപ്പിഡിമിയെ നിയന്ത്രിക്കുന്നു. LDL പോലുള്ള സംഭവങ്ങൾ കുറയുന്നു. വേറൊരു കാര്യം, ഈ ചാമ നമ്മൾ ഈ ഒരു 50-55 വയസ്സിൽ സ്ത്രീകൾക്ക് പോസ്റ്റ് മെനോപോസൽ മെറ്റബോളിക് ഹെൽത്തിന് കൊടുക്കാം. നേരത്തെ നമ്മൾ തിനയുടെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ആക്റ്റീവ് മെൻസ്ട്രൽ പീരീഡിലാണ്, പ്രത്യേകിച്ച് PCOS പോലുള്ള കണ്ടീഷൻസ് ഉള്ളപ്പോഴാണ് നമ്മൾ തെന കൊടുക്കുന്നതെങ്കിൽ ചാമ അല്ലെങ്കിൽ ലിറ്റിൽ മില്ലറ്റ് കൊടുക്കുന്നത് പോസ്റ്റ് മെനോപോസൽ ഏജിലുള്ള ആളുകൾക്കാണ്.
ഇതിൻ്റെ പ്രിപ്പറേഷൻസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇഡ്ഡലി, കിച്ചടി, നല്ലൊരു കിച്ചടി ആയിട്ട് നമുക്ക് വെജിറ്റബിൾ കിച്ചടി ആയിട്ട് വെജിറ്റബിളൊക്കെ ചേർത്തിട്ട് ചാമയുടെ എന്താണ് സൈഡ് ഡിഷ് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ ഇഡ്ഡലിയും ദോശയും ഫെർമെൻറ്റ് ചെയ്തിട്ട് പുളിപ്പിച്ചിട്ട് ഇത് രണ്ടും ഉണ്ടാക്കാൻ പറ്റും. പ്രത്യേകിച്ച് മില്ലറ്റുകൾ പുളിപ്പിക്കുന്നതിൻ്റെ ഉപകാരങ്ങൾ ഒരുപാടുണ്ട്. വളരെ വലിയ ഉപകാരങ്ങളാണ് മില്ലറ്റ് നമ്മൾ ഫെർമെൻറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. മില്ലറ്റിൻ്റെ ഒറിജിനൽ ബെനിഫിറ്റ് എല്ലാം കിട്ടുന്നു. അതേസമയത്ത് അതിൻ്റെ ലാക്ടേറ്റ്സും ഫൈറ്റേറ്റ്സ് പോലുള്ള സംഭവങ്ങൾ, ആൻറ്റി ന്യൂട്രിയൻസ് നിയന്ത്രിക്കപ്പെടുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും പോസ്റ്റ് മെനോപോസൽ കണ്ടീഷൻസ്, ഹൈപ്പർ ലിപ്പിഡീമിയ, IBS പോലുള്ള ഗട്ട് റിലേറ്റഡ് അല്ലെങ്കിൽ ഇൻറ്റസ്റ്റൈനൽ റിലേറ്റഡ് പ്രോബ്ലംസ്, ഇതിനൊക്കെ നിയന്ത്രിക്കാൻ ചാമ അല്ലെങ്കിൽ ലിറ്റിൽ മിറ്റൽ വളരെ നല്ല സംഭവമാണ്. ചാമയുടെ ദോശ ഏറ്റവും നല്ലത് ഫെർമെൻറ്റഡ് ഫോം തന്നെയാണ്. ഇഡ്ഡലി, ദോശ, അതുപോലെ മില്ലറ്റ് ആസ് എ റൈസ് സബ്സ്റ്റിറ്റ്യൂട്ട് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അരിക്ക് പകരം നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന, അതുകൂടെ പലപ്പോഴും നല്ല ക്വാളിറ്റി അരിയുടെ കൂടെ മിക്സ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നൊരു സാധനമാണ് ലിറ്റിൽ മില്ലറ്റ് അല്ലെങ്കിൽ ചാമ. അടുത്തത് നമ്മുടെ വളരെയേറെ ഏറ്റവും ബ്രോഡ് യൂസ് ആയിട്ടുള്ള വളരെ വലിയ രീതിയിലുള്ള ബെനിഫിറ്റുള്ള, താരതമ്യേന പ്രയാസങ്ങൾ ഉണ്ടാക്കാത്ത ഒരുപാട് ബെനിഫിറ്റുള്ള ഒരു സംഭവമാണ് ഈ കടവപ്പുല്ല് എന്നൊക്കെ പറയുന്നത് കോഡോ മില്ലറ്റ്. എന്തുകൊണ്ടാണ് ഇത് പോസിറ്റീവ് മില്ലറ്റിൻ്റെ 5 പോസിറ്റീവ് മില്ലറ്റിൽ പെട്ട പ്രധാനപ്പെട്ട 3 സാധനങ്ങൾ നമ്മൾ പറഞ്ഞു. അതിലൊന്നാണ് കോഡോ മില്ലറ്റ്. ചാമയും തെനയും നമ്മൾ പറഞ്ഞു, ലിറ്റിൽ മില്ലറ്റ് പറഞ്ഞു, അതുപോലെ കോഡോ മില്ലറ്റ്. കോഡോ മില്ലറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരുപാട് പോളിഫിനോൾസ്, ഒരുപാട് ഫ്ലെവനോയിഡ്സ്, ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഇത് ഒരുപാടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ന്യൂട്രീഷണൽ ഡെൻസിറ്റി, ഒരുപാട് എലമെൻറ്റ്സ് ലൈക്ക് മഗ്നീഷ്യവും സിങ്കും തുടങ്ങിയിട്ടുള്ള ട്രേസ് എലമെൻറ്റ്സ്, അതുപോലെ നമ്മുടെ സെലീനിയം, അതുപോലെ മഗ്നീഷ്യം, ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളുണ്ട്. വളരെ റിച്ച് സോഴ്സ് ഓഫ് ആൻറ്റി ഓക്സിഡൻസ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് എ നാച്ചുറൽ ഡീടോക്സിഫിക്കേഷൻ ഏജൻറ്റ്. നാച്ചുറൽ ഡീടോക്സ് വിൽ ഹെൽപ്പ് ഗട്ട്, ലിവർ, ബ്രെയിൻ ആക്സിസ്. സോ ബ്രെയിൻ സപ്പോർട്ട് ചെയ്യുന്നതിന്, ആൽഷിമേഴ്സ് പോലുള്ള പല രോഗങ്ങളും പ്രിവെൻറ്റ് ചെയ്യുന്നതിന് ഈ പറയുന്ന കോഡോ മില്ലറ്റ് വളരെ വളരെ ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് തന്നെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറക്കുന്നു, ലിവർ എൻസൈംസിനെ സഹായിക്കുന്നു. ഇത് മറ്റൊരു പ്രോ ലിവർ മില്ലറ്റാണ് കോഡോ മില്ലറ്റ്. അതുകൊണ്ട് ലിവർ എൻസൈംസിൻ്റെ പ്രൊഫൈലിനെ ഇത് എൻഹാൻസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതുപോലെ സ്വാഭാവികമായിട്ടും ഫൈബർ ഉള്ളത് കൊണ്ട് തന്നെ സ്ലോ ഡൈജഷൻ, സ്ലോ അസിമിലേഷൻ ആൻഡ് എ ബെറ്റർ സറ്റൈറ്റി, വിശപ്പിനെ നിയന്ത്രിക്കുന്നു, ഡൈജഷനെ നിയന്ത്രിക്കുന്നു. അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിലുള്ള ആർത്തി, മില്ലറ്റുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേത് ഫുഡുകളെക്കാളും സസ്റ്റെയിൻഡ് റിലീസ് ആൻഡ് സസ്റ്റെയിൻഡ് സറ്റൈറ്റി. അതുപോലെ വിശപ്പ് കുറക്കാൻ പ്രോട്ടീനുകളെക്കാളും കാർബോഹൈഡ്രേറ്റിനേക്കാളും, അതുപോലെ ലോ ഫാറ്റ് നമ്മൾ പറയാറില്ല ഹൈ ഫാറ്റ് കീറ്റോ ഡയറ്റിനേക്കാളും ബട്ടർ കോഫിയേക്കാളൊക്കെ ഏറ്റവും നല്ല പ്രൊഫൈലുള്ളത് മിക്കവാറും മില്ലറ്റുകൾക്കാണ് എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തെറാപ്യൂട്ടിക് യൂസ്, നമ്മൾ പറഞ്ഞ കോഡോ മില്ലറ്റ്, സ്വാഭാവികമായിട്ടും കോഡോ മില്ലറ്റിൻ്റെ പ്രത്യേകത അത് ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, ഡീടോക്സിഫൈയിങ് ആണ്, ലിവർ എൻസൈമിനെ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ ഫാറ്റി ലിവർ പോലെ, നോൺ ആൽക്കഹോളിക് സ്റ്റീറ്റോഹെപ്പാറ്റിസ് പോലെ ഒരുപാട് മെറ്റബോളിക് രോഗങ്ങളെ, ഒബീസിറ്റി പോലെ, നമ്മുടെ ബിഞ്ച് ഹാബിറ്റ്, മിക്കവാറും മില്ലറ്റുകളും ബിഞ്ച് ഈറ്റിങ്ങിനെ കൺട്രോൾ ചെയ്യുന്നത്. കാരണം അത് സസ്റ്റെയിൻഡ് റിലീസ് ആയതുകൊണ്ട്, സ്ലോ റിലീസ് ആയതുകൊണ്ട്, പിന്നെ സ്വാഭാവികമായിട്ടും ബിഞ്ച് ഈറ്റിംഗ് പോലെ അല്ലെങ്കിൽ ക്രേവിങ്ങിനെ കൺട്രോൾ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഒബിസിറ്റിയെ കൺട്രോൾ ചെയ്യുന്നു. അതുപോലെ വേറൊരു കോഡോ മില്ലറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയ, നമ്മുടെ ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻറ്റിന് ശേഷം എന്താ സംഭവിക്കുന്നത്? സ്വാഭാവികമായിട്ടും ആൻറ്റിബയോട്ടിക്കിന് ശേഷം നമുക്ക് പല രീതിയിലും നമ്മുടെ ഗട്ട് ഡിസ്ബയോസിസ് ഉണ്ടാകുന്നു. വയറ്റിനകത്തുള്ള നല്ല ബാക്ടീരിയകൾ നശിച്ചു പോകുന്നു. അവിടെ നമ്മൾ പലപ്പോഴും കൊടുക്കുന്നത് നമുക്ക് അറിയാം, നമ്മൾ പ്രീബയോട്ടിക് കൊടുക്കുന്നു, പ്രോബയോട്ടിക് കൊടുക്കുന്നു. ഇങ്ങനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഏറ്റവും നല്ല പ്രീ ആൻഡ് പ്രോബയോട്ടിക് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സംഭവമാണ് മില്ലറ്റുകൾ ഇൻ ജനറൽ, എസ്പെഷ്യലി കോഡോ മില്ലറ്റ്. കോഡോ മില്ലറ്റ് പോസ്റ്റ് ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻറ്റ് വളരെ നല്ലൊരു ഒരു സപ്ലിമെൻ്റാണ്. പോസ്റ്റ് ആൻറ്റിബയോട്ടിക് തെറാപ്പിക്ക് ശേഷം ആ റിക്കവറി ഫേസിൽ നന്നായിട്ട് കൊടുക്കേണ്ട ഒരു സാധനമാണ് കോഡോ മില്ലറ്റ് അല്ലെങ്കിൽ ഇത് വളരെ വൈഡ്ലി അവൈലബിൾ ആണ്, വളരെ ഹെൽത്തിയാണ്, വളരെ ടേസ്റ്റിയാണ്. ഇതുകൊണ്ട് നമുക്ക് പൊങ്കൽ ഉണ്ടാക്കാൻ പറ്റും, കഞ്ചി ഉണ്ടാക്കാൻ പറ്റും, അതുപോലെ സ്റ്റീംഡ് റൈസ് പോലുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇഡ്ഡലി പോലുള്ള സംഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, കിച്ചടി. പിന്നെ ഈ മില്ലറ്റിൻ്റെ കുക്കിങ്ങിൽ വേറെ പ്രധാനപ്പെട്ട സംഭവമാണ് പലതരത്തിലുള്ള കോമ്പിനേഷൻസ് ആവാം. നല്ല ക്വാളിറ്റി അരിയുടെ കൂടെ മില്ലറ്റ് നമുക്ക് കൊടുക്കാം, പലപ്പോഴും നല്ല ക്വാളിറ്റി പച്ചക്കറികളുടെ കൂടെ മില്ലറ്റ് നമുക്ക് ചേർക്കാം.
നല്ല ക്വാളിറ്റി പൾസസിൻ്റെ കൂടെ നമുക്ക് മില്ലറ്റ് ചേർക്കാം. അങ്ങനെ പല രീതിയിലും മില്ലറ്റിൻ്റെ റെസിപ്പി എന്ന് പറയുന്ന അനന്ത സാധ്യതകളാണ്, ഒരുപാട് സാധ്യതകളാണ്. ഒരുപാട് ട്രഡീഷണൽ ഡിഷുകൾ, നൂറ്റാണ്ടുകൾ അല്ലെങ്കിൽ സഹസ്രാബ്ദങ്ങൾ മനുഷ്യരാശി പല രീതിയിലും കഴിച്ചുകൊണ്ടിരുന്ന ഫുഡാണ്. നമ്മൾ എന്തൊക്കെയോ കാരണം കൊണ്ട് നമ്മൾ മറന്നു പോയതാണ്, തിരിച്ചു പോകേണ്ട സമയവും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് എത്നിക് ഡിഷുകൾ, ഒരുപാട് തമിഴന്മാരുടേത്, കർണാടകക്കാരുടേത്, നോർത്ത് ഇന്ത്യക്കാരുടേത്, ആന്ധ്രക്കാരുടേത്, ഇതെല്ലാം നമുക്ക് പരീക്ഷിക്കാവുന്നതാണ്. ഇതെല്ലാം നമ്മുടെ ഇന്ത്യൻ രുചി ഭേദങ്ങളോട് സമരസപ്പെടുന്നതാണ്. പല രീതിയിലും നമ്മുടെ രുചിയോട് താതാത്മ്യമുള്ളതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പല ഫുഡുകൾ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളതാണ് ഈ പറയുന്ന മില്ലറ്റുകളുടെ പൊതുവെയുള്ള ഒരു പ്രൊഫൈൽ. ആൻഡ് ഇറ്റ് ഈസ് ഹൈലി ഡൈവേഴ്സ്. ഒരുപാട് തരത്തിലുള്ള വൈവിധ്യമാർന്ന ഭക്ഷണങ്ങൾ നമുക്ക് കിട്ടുന്നുള്ളതാണ്. നമ്മളുടെ സ്ഥിരം ഫുഡുകളുടെ ആവർത്തന വിരസയിൽ നിന്ന് പുറത്ത് കടക്കാനുള്ള നല്ലൊരു വാതിലാണ് മില്ലറ്റ് ഡയറ്റ് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. കോഡോ മില്ലറ്റ് പൊങ്കൽ ഉണ്ടാക്കാം, കിച്ചടി വിത്ത് വെജിറ്റബിൾസ്, കിച്ചടി ഉണ്ടാക്കും, വെജിറ്റബിൾ കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുക. അങ്ങനെയുള്ള പല സംഭവങ്ങൾ. അടുത്തതാണ് നമ്മൾ കുതിരവാലി എന്ന് വിളിക്കുന്ന ബാണിയാഡ് മില്ലറ്റ്. ബാണിയാഡ് മില്ലറ്റ് എന്നാൽ വളരെ നല്ല ഇതൊക്കെ ഈ പറയുന്ന മില്ലറ്റുകളൊക്കെ ഗ്ലൂട്ടൻ ഫ്രീ ആണ്. ഇന്നത്തെ ഒരു കാലത്ത് മനുഷ്യരുടെ പലപ്പോഴും തൈറോയിഡ് പോലുള്ള രോഗങ്ങൾ, അല്ലാത്ത പല ഗട്ട് ഡിസ്ബയോസിസ്, ഗട്ടിൻ്റെ ബാക്ടീരിയയുടെ പോപ്പുലേഷൻ്റെ തകർച്ച, അതിൻ്റെ ഡൈവേഴ്സിറ്റിയുടെ തകർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ പറയുന്ന ഗ്ലൂട്ടൻ ഫുഡുകളാണ്, ഗ്ലൂട്ടൻ അടങ്ങിയ ഫുഡുകളാണ്. അത് ഒന്നോ രണ്ടോ പ്രാവശ്യം കഴിക്കുമ്പോൾ നമുക്ക് അലർജിയോ അല്ലെങ്കിൽ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഉണ്ടാവില്ല. പക്ഷെ ലോങ് ടേമിൽ മോസ്റ്റ് ഓഫ് ദിസ് ഗ്ലൂട്ടൻ ഫുഡ് ഡ്യൂ ടു ന്യൂ കൈൻഡ് ഓഫ് പ്രിപ്പറേഷൻസ് അല്ലെങ്കിൽ കൾട്ടിവേഷൻ കാരണം ഗ്ലൂട്ടൻ വളരെയേറെ കൂടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതല്ലാതെ രീതിയിൽ പല രീതിയിൽ നമ്മൾക്ക് പലതരം മെറ്റബോളിക് ചാലഞ്ചസ് ആൾറെഡി ഉള്ളത് കൊണ്ട് ഈ പറയുന്ന ചെറിയ ഗ്ലൂട്ടൻ ചാലഞ്ച് പോലും നമ്മുടെ സിസ്റ്റത്തിന് താങ്ങാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണ്. സ്വാഭാവികമായിട്ടും മില്ലറ്റുകളെല്ലാം പൊതുവെ ഗ്ലൂട്ടൻ ഫ്രീ ആണ്. ഇവിടെ ബാനിയാഡ് മില്ലറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ഗ്ലൂട്ടൻ ഫ്രീ ആണ്, എളുപ്പത്തിൽ ഡൈജസ്റ്റ് ചെയ്യുന്നതാണ്. പല മില്ലറ്റുകളും ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഈസി ടു ഡൈജസ്റ്റ്. സ്വാഭാവികമായിട്ടും എളുപ്പത്തിൽ ഡൈജസ്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് മില്ലറ്റിൻ്റെ ഒരു പോസിറ്റിവിറ്റി. നമ്മൾ വിചാരിക്കും പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യാത്തത് ഒരു നെഗറ്റീവ് റിമാർക്കാണെന്ന്. അങ്ങനെ അല്ല. എളുപ്പത്തിൽ ഡൈജസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ് മില്ലറ്റുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ടാണ് പല രീതിയിലുള്ള മെറ്റബോളിക് ബെനിഫിറ്റ് ഉണ്ടാകുന്നത്. പക്ഷേ മില്ലറ്റുകളിൽ പൊതുവേ ഡൈജസ്റ്റീവ് പ്രോബ്ലം മൊത്തത്തിലുള്ള ആളുകൾക്ക് പലപ്പോഴും ഇത് ഒന്നിക്കൽ പുളിപ്പിക്കേണ്ടി വരും, അത് മില്ലറ്റ് നമ്മൾ സോക്ക് ചെയ്യേണ്ടി വരും, മില്ലറ്റ് നമ്മൾ സ്പ്രൗട്ട് ചെയ്യേണ്ടി വരും, നമ്മൾ മുളപ്പിക്കേണ്ടി വരും. മുളപ്പിക്കൽ, പുളിപ്പിക്കൽ, കുതിർത്തൽ, ഇങ്ങനെ പല രീതികളിലൂടെയാണ് നമ്മൾ മില്ലറ്റിൻ്റെ പ്രശ്നങ്ങളെ, ചിലർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ നമ്മൾ പരിഹരിക്കുന്നത്. ഈ പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉള്ളതല്ല, നമ്മൾ അതിലേക്ക് വരുന്നുണ്ട്. ചിലർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഈ 3 രീതിയിലൂടെ എളുപ്പത്തിൽ മറികടക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. പക്ഷെ ബാണിയാഡ് ഇത്തരം പ്രശ്നങ്ങൾ കൂടുതൽ ആളുകൾക്ക് ഇറ്റ് ഈസ് മച്ച് മോർ സേഫർ ദാൻ മെനി അതർ മില്ലറ്റ്. ബാണിയാഡ് ഈസ് കമ്പയർഡ് ടു അതർ മില്ലറ്റ്സ് ഇറ്റ് ഈസ് ഈസിലി ഡൈജസ്റ്റബിൾ. അതുപോലെ ഇതിനെ നമ്മുടെ ധാന്യം എന്ന് കൂടി പറയാറുണ്ട്. പലപ്പോഴും നമ്മൾ നോമ്പ് ചെയ്യില്ല, നമ്മൾ വ്രതം ചെയ്യും. നമ്മുടെ ട്രഡീഷണലി ഇന്ത്യൻ സംസ്കാരത്തിലും അറബ് സംസ്കാരത്തിലൊക്കെ അല്ലെങ്കിൽ ഇസ്ലാമിക് സംസ്കാരത്തിലും വേദ സംസ്കാരത്തിലൊക്കെ പലതരത്തിലുള്ള നോമ്പുകളുണ്ട്. ക്രിസ്ത്യാനിറ്റിയിലൊക്കെ നോമ്പുകൾ, വ്രതം, മിക്കവാറും മതങ്ങളൊക്കെ. അപ്പോൾ ഈ ഏത് വ്രതമായാലും നമുക്ക് വ്രതം അല്ലെങ്കിൽ വ്രത ഗ്രെയിൻസ് എന്ന് അതിനെ പറയാം, അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് ഗ്രെയിൻസ് എന്ന് പറയും. വളരെ നല്ല ഫാസ്റ്റിംഗ് ഗ്രെയിനാണ്. കാരണം ലോങ് സസ്റ്റനൻസ്. നമ്മൾ ഒരു നേരം കഴിച്ചു കഴിഞ്ഞാൽ അടുത്ത എത്രയോ മണിക്കൂറിലേക്ക് 8, 10, 12 മണിക്കൂറുകളിലേക്ക് വിശക്കില്ല എന്നുള്ളതാണ് ഈ പറയുന്ന ബാണിയാഡ് മില്ലറ്റ് ഇൻ ജനറൽ ഓഫ് കോഴ്സ്. എന്നാൽ ബാണിയാഡ് പ്രത്യേകിച്ചും നോമ്പിന് പലപ്പോഴും നമ്മൾക്ക് ഗട്ട് പ്രശ്നങ്ങളുള്ളവർക്ക് അല്ലെങ്കിൽ ഇൻഡൈജഷൻ ഉള്ളവർക്ക്, വീക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റം ഉള്ളവർക്ക് ചിലപ്പോൾ വ്രതകാലത്ത് ഈ മില്ലറ്റ് കഴിച്ചു കഴിഞ്ഞാൽ ഇത് സോക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഫെർമെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ മുളപ്പിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടാവാം. പക്ഷെ അത്തരം പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ സിമ്പിളായിട്ട് തന്നെ കഴിക്കാൻ പറ്റുന്നതാണ് ബാണിയാഡ് മില്ലറ്റ്. ബാണിയാഡ് മില്ലറ്റ് ഈ പറയുന്ന പോലെ പുളിപ്പിക്കലും സോക്ക് ചെയ്യലൊക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ലത് തന്നെയാണ്. ഇതിൻ്റെ വേറെ പ്രത്യേകത കാലറി റെസ്ട്രിക്ഷനാണ്. ഇത് പെട്ടെന്ന് നമ്മൾക്ക് കത്തിത്തീരാത്തത് കൊണ്ട്, സ്ലോ കാലറി ഇൻപുട്ട് ആയതുകൊണ്ടും കാലറി റിലേറ്റഡ് ചാലഞ്ചസ് ഇതിനില്ല. അതുപോലെ ഗ്ലൈസമിക് ഇൻഡെക്സിന് ഏറ്റവും നല്ലൊരു കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ കീറ്റോ ഡയറ്റ് ചെയ്യുന്ന ആളുകൾക്ക്,
കീറ്റോയിൻ്റെ കൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി ഫുഡാണ്. അല്ലെങ്കിൽ കീറ്റോയിൽ നിന്ന് പുറത്ത് കടന്ന് നമ്മൾ സസ്റ്റൈനിറ്റി ഫേസിലേക്ക് നമ്മൾ പോകാറുണ്ട്. കീറ്റിൽ നിന്നൊരു എന്താ പറയുക, ആ ഇൻഡക്ഷൻ ഫേസ് കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പോൾ എടുക്കാൻ പറ്റുന്ന ഒരു മില്ലറ്റാണ് ഈ പറയുന്ന ബാണിയാഡ് മില്ലറ്റ്. ലോ ഗ്ലൈസമിക് ഇതാണ്, പ്രൊഫൈലാണ്, ഗ്ലൈസമിക് കൺട്രോൾ ഉള്ളതാണ്. അതുപോലെ ഹൈ സാറ്റിറ്റി, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വ്രതകാലത്ത് നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് കൂടുതൽ നേരം ഭക്ഷണത്തെക്കുറിച്ചുള്ള പ്രശ്നങ്ങളും ചിന്തകളും നമുക്ക് വരാൻ പാടില്ല. കൂടുതൽ നേരം നമുക്ക് വയറിൽ എന്താണ് വിശപ്പിൻ്റെ പരിഹാരം അല്ലെങ്കിൽ വിശപ്പില്ലായ്മയുടെ അവസ്ഥ ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ അല്പം കുറച്ച് കഴിച്ചാൽ പോലും കുറേ നേരം നന്നായി കഴിച്ചു എന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഉണ്ടാവും എന്നുള്ളതാണ് ബാണിയാഡ് മില്ലറ്റിൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ കുതിരവാലി എന്ന് നമ്മൾ വിളിക്കുന്ന ഈ മില്ലറ്റിൻ്റെ പ്രത്യേകത. നമ്മുടെ നാട്ടിൽ ഒരുപാട് കാലമായിട്ട്, നൂറ്റാണ്ടുകളായിട്ട്, അല്ലെങ്കിൽ എന്താണ് സഹസ്രാബ്ദങ്ങളായിട്ടുള്ള ഒരു 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 മില്ലറ്റാണ് കുതിരവാലി അല്ലെങ്കിൽ ബാണിയാഡ് മില്ലറ്റ്. ഇത് വെയിറ്റ് ലോസിന് വളരെ നല്ലതാണ്. ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിശപ്പില്ലായ്മ ഉള്ളത് കൊണ്ടും പലതരത്തിലുള്ള ഫാസ്റ്റിങ്ങിന് നമ്മളെ സഹായിക്കുന്നത് കൊണ്ടും വെയിറ്റ് ലെസ്സിന്, ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിന് വളരെ നല്ലൊരു സാധനമാണ് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ സമയത്ത് ബാണിയാഡ് മില്ലറ്റ് കഴിക്കുന്നത്. അതുപോലെ പൊതുവെ നമുക്ക് പലതരം അസുഖങ്ങൾ വന്ന് നമ്മൾ ആകെ തകർന്ന് തരിപ്പണായി തിരിച്ച് നമ്മൾ റിക്കവറി ഫേസിന് കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ബാണിയാഡ് മില്ലറ്റ്. പോസ്റ്റ് ഇൽനെസ് റിക്കവറി നമ്മൾ പറയാവുന്ന പലതരം അസുഖങ്ങൾക്ക് ശേഷം തിരിച്ചു വരുമ്പോൾ നമ്മൾ കഴിക്കേണ്ട മില്ലറ്റാണ് ബാണിയാഡ് മില്ലറ്റ്. ഇതിൻ്റെ ഏറ്റവും നല്ല രൂപങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ വിഭവങ്ങളാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക? ഒന്ന് പൊങ്കൽ പോലുള്ള സാധനങ്ങൾ, പിന്നെ അരിയുടെ ഒരു 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 സബ്സ്റ്റിറ്റ്യൂട്ട് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു മില്ലറ്റും കൂടിയാണ്. അതുകൊണ്ട് തന്നെ അരി കൊണ്ടുണ്ടാക്കുന്ന ഉപ്പുമാവ് പോലെ, ഇഡ്ഡലി പോലെ, അതുപോലെ അരിയുടെ എന്താണ് നെയ്ച്ചോറ് പോലെ ഉള്ള സാധനങ്ങളൊക്കെ ബാണിയോടുകൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഉണ്ടാക്കാൻ വേറെ സംഭവമാണ് ഉപ്പുമാവ് പോലെ ഉള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഈ ബാണിയാഡ് മില്ലറ്റ്. അടുത്തൊന്ന് നമ്മൾ ഷോർഗം എന്ന് വിളിക്കും, സ്വർഗം അല്ലെങ്കിൽ ജോവർ എന്ന് വിളിക്കുന്ന സാധനം. ഇതൊരു നോർത്ത് ഇന്ത്യൻ സാധനമാണ്. നമ്മുടെ നാട്ടിൽ പൊതുവേ ഉള്ള ഒരു സംഭവമല്ല. ഇത് നമ്മുടെ നാട്ടിലും പണ്ട് മുതൽ ഉപയോഗിച്ചിട്ടുണ്ട്, ഇഫ് നോട്ട് സോ കോമൺ. അതിൽ പിന്നെ ഇതെന്തുകൊണ്ടാണ് പോസിറ്റീവ് നമ്മൾ പറയാൻ കാരണം ഇത് നമ്മുടെ ഗോതമ്പ് നമ്മൾ ഒരു വില്ലനാണെന്ന് നമ്മൾ മെല്ലെ മെല്ലെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചിലർക്കെങ്കിലും, എല്ലാവർക്കും അല്ല, ചിലർക്കെങ്കിലും അല്ലെങ്കിൽ വലിയൊരു ശതമാനം ആളുകൾക്ക് ഇപ്പോൾ അതിൻ്റെ തോത് കൂടിക്കൂടി വരികയാണ്. ഈ ഗോതമ്പിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഗോതമ്പ് എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ടേസ്റ്റും കൺസിസ്റ്റൻസിയുമാണ് ഈ പറയുന്ന സ്വർഗം. സ്വർഗവും വളരെ വൈഡ്ലി അവൈലബിൾ ആയിട്ടൊരു മില്ലറ്റാണ്. സ്വാഭാവികമായിട്ടും അത് ഗോതമ്പ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന പല സംഭവങ്ങളും നമുക്ക് ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ ഇതൊരു റെസിസ്റ്റൻറ്റ് സ്റ്റാർച്ചാണ്. മില്ലറ്റുകൾ പലതും റെസിസ്റ്റൻറ്റ് സ്റ്റാർച്ചാണ്. റെസിസ്റ്റൻറ്റ് സ്റ്റാർച്ചിൻ്റെ പ്രത്യേകത പെട്ടെന്ന് അത് ഡൈജസ്റ്റ് ആവില്ല, പെട്ടെന്ന് അത് ഗ്ലൂക്കോസ് സ്പൈസ് ഉണ്ടാക്കില്ല എന്നുള്ളതാണ്, ഇൻസുലിൻ സ്പൈക്ക് ഉണ്ടാക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്താണ് അതുപോലെ സ്വാഭാവികമായിട്ടും GI വാല്യൂ കുറവാണ്, ഗോതമ്പിനേക്കാളും വളരെ കുറവാണ്. ഗോതമ്പ് ഉണ്ടാക്കുന്ന സ്പൈക്കുകൾ ഇതുണ്ടാക്കുന്നില്ല. ഗോതമ്പിൻ്റെ നല്ലൊരു സബ്സ്റ്റിറ്റ്യൂട്ടാണ്. ഗോതമ്പ് കൊണ്ടുണ്ടാക്കുന്ന പല സംഭവങ്ങളും നമുക്ക് ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കോർ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഇതിൻ്റെ ഉപകാരങ്ങൾ എന്ന് പറയുന്നത് ഇൻസുലിൻ, ഓഫ് കോഴ്സ്, ലൈക്ക് മെനി അതർ മില്ലറ്റുകളെ പോലെ തന്നെ. പിന്നെ കാർഡിയോ മെറ്റബോളിക് ഡിസോർഡേഴ്സ്, പ്രത്യേകിച്ച് കാർഡിയോ വാസ്കുലർ ഹെൽത്തിന് ഇത് വളരെ 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 നല്ലതാണ്. ഗോതമ്പിനെ അപേക്ഷിച്ച് ഒരുപാട് കാർഡിയോ മെറ്റബോളിക് ബെനിഫിറ്റ് ഉള്ള സംഭവമാണ്. കൂടാതെ നല്ല എനർജി റിലീസ്. നമ്മൾ നേരത്തെ ഇതിനെക്കുറിച്ച് പറഞ്ഞു, ബാണിയാഡിനെ കുറിച്ച് പറഞ്ഞ പോലെ ബാണിയാഡിൻ്റെ പ്രത്യേകത കുറച്ച് കഴിച്ചാൽ തന്നെ സസ്റ്റെയിൻഡ് റിലീസ് ഓഫ് എനർജി. എപ്പോഴും നമുക്കൊരു എനർജി ശരീരത്തിലുള്ളതുകൊണ്ട് തന്നെ വീണ്ടും വിശക്കില്ല, വീണ്ടും തിന്നണം തോന്നില്ല. അതുപോലെ തന്നെയാണ് സ്വർഗം എന്ന് പറയുന്ന ജോവർ എന്ന് പറയുന്ന ഈ സംഭവം. ഇതും സസ്റ്റെയിൻഡ് എനർജി റിലീസാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമുക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വ്രതകാലത്ത് കഴിക്കാൻ പറ്റുന്ന, ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിന് കഴിക്കാൻ പറ്റുന്ന ഒരു മില്ലറ്റാണ് സ്വർഗം എന്ന് പറയുന്നതും. നമ്മൾ കാർഡിയോ മെറ്റബോളിക് പറഞ്ഞു, അതുകൊണ്ട് തന്നെ ലിപ്പിഡ് ഡിസ്പ്ലിബിഡീമിയ, കൊളസ്ട്രോൾ പോലുള്ള പ്രശ്നങ്ങൾ, HDL കൂടുന്നു, ട്രൈഗ്ലിസറൈഡ് കൂടുന്നു, അതുപോലെ ഹൈപ്പർ ടെൻഷൻ കൂടുന്നു, ലോ മഗ്നീഷ്യം, ഇങ്ങനെയുള്ള കണ്ടീഷനിലൊക്കെ നമുക്ക് ജോവർ, നോർത്ത് ഇന്ത്യക്കാരാണ് വളരെ പോപ്പുലറായിട്ട് അവർ ഇന്നും കഴിച്ചുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. നോർത്ത് ഇന്ത്യയിലെ പല ഗ്രാമങ്ങളിലും നമ്മൾക്കിന്ന് അതുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഈ പറയുന്ന ഇതൊന്നുമില്ല. അതുപോലെ ബ്യൂട്ടറേറ്റ് പോലുള്ള
സംഭവം ഉള്ളത് കൊണ്ട് ഇത് ബാക്ടീരിയ ഫീഡ് ചെയ്യുന്ന സാധനം ബ്യൂട്രൈറ്റ്സ്. ഗട്ട് ഡിസ്ബയോസിസിനെ ജോവർ സഹായിക്കുന്നു. ബാക്ടീരിയകൾക്ക് നല്ലൊരു തീറ്റയാകുന്നു. നമുക്ക് മാത്രമല്ല, നമുക്ക് വിശക്കുമ്പോൾ യഥാർത്ഥത്തിൽ വിശക്കുന്നത് നമ്മുടെ വയറ്റിലുള്ള നല്ല ബാക്ടീരിയകൾക്കാണ്. നമ്മൾ തിന്നുമ്പോൾ അവർക്കും കൂടി തീറ്റണം എന്നുള്ള ഒരു ചിന്തയോടെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത്. പക്ഷെ നമ്മൾക്ക് അങ്ങനെ ഒരു ചിന്തയില്ല. നമ്മുടെ ഈ വലിയ സഹായികളുടെ, നമ്മുടെ ഏറ്റവും വലിയ പട്ടാളത്തിൻ്റെ, ഏറ്റവും വലിയ പോരാളികളുടെ കാര്യത്തെക്കുറിച്ച് നമുക്ക് അറിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചിന്ത നമ്മുടെ ആമാശയത്തോളം മാത്രമേ എത്താറുള്ളൂ. നമ്മുടെ ചെറുകുടലിലേക്കും വൻകുടലിലേക്കും നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഉപകാരങ്ങൾ, ന്യൂട്രീഷ്യൻസ് എത്തണമെന്നും കൂടി ചിന്തിക്കുമ്പോഴാണ് നമ്മൾ മില്ലറ്റിലേക്ക് തിരിയുന്നത്. ഗട്ട് ഡിസ്ബയോസിനെ ഇത് സഹായിക്കുന്നു. ബ്യൂട്രേറ്റ്സിൻ്റെ മിക്കവാറും മില്ലറ്റിലും ബ്യൂട്രേറ്റ് പ്രൊഫൈലുണ്ട്. അത് സ്വർഗത്തിലാകുമ്പോൾ അത് വളരെ കൂടുതലാണ്. അതുപോലെ ഇതൊരു എൻഡ്യൂറൻസ് ഫ്യൂവലാണ്. കുറേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബാണിയാട് പോലെ തന്നെ. ബാണിയാട് നമ്മൾ കുതിരയെക്കുറിച്ച് ആലോചിക്കുക, കുതിരവാലിയെക്കുറിച്ച് ആലോചിക്കുക, എൻഡ്യൂറൻസിനെ കുറിച്ച് ആലോചിക്കുക. അപ്പം വളരെ കൂടുതൽ നേരം നമുക്ക് വിശപ്പില്ലായ്മയുടെ ഒരു ഇതുണ്ട്. ജോവർ ആയാലും നമ്മൾ അതിനെ മണിച്ചോളം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ ചോളം എല്ലാത്തിനെയും വിളിക്കുന്ന പോലെ ഇതിനും ചോളം എന്നാണ് വിളിക്കുക, മണിച്ചോളം എന്ന് വിളിക്കുക. ഈ ചോളം അല്ലെങ്കിൽ വളരെ നല്ല ഒരു എൻഡ്യൂറൻസ് ഫ്യൂവലാണ്. നമ്മൾ പലപ്പോഴും അതുപോലെ നല്ല ഈ എക്സാം കാലത്തൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഫുഡാണ്. ഗട്ട്, ലിവർ, ബ്രെയിൻ ആക്സിസിൻ്റെ ഒരു സപ്പോർട്ടീവും കൂടിയാണ് സ്വർഗം. പിന്നെ ഇതിൻ്റെ പ്രിപ്പറേഷൻസ് കുറിച്ച് പറയുമ്പോൾ നമുക്ക് ജോവർ റൊട്ടി, നമ്മൾ നേരത്തെ പറഞ്ഞപ്പോഴൊന്നും റൊട്ടി വന്നിട്ടില്ല. ചപ്പാത്തിയും ദോശയും പലതിനെ കൊണ്ടും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ പറ്റും വിത്ത് ലിറ്റിൽ ഹാക്ക്. ചില സംഭവങ്ങൾ അതിൽ മിക്സ് ചെയ്തിട്ടൊക്കെ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. പിന്നെ ഈ പോസിറ്റീവ് അല്ലാത്ത ചില മില്ലറ്റുകളുണ്ട്, അതുകൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റും. ഇൻക്ലൂഡിങ് നമ്മുടെ റാഗിയും ബാജറ പോലുള്ള സാധനങ്ങൾ കൊണ്ട് നമുക്ക് പലതും ഉണ്ടാക്കാൻ പറ്റും. ബാജറ ഈസ് എ വെരി ഡൈവേഴ്സ് തിങ്. നമ്മൾ അതിലേക്ക് വരുന്നുണ്ട്. പക്ഷേ ഒരുപാട് രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ബാജറ. ആൻഡ് ഇറ്റ് ഇസ് വൺ ഓഫ് ദ വെരി കോമൺ മില്ലറ്റ്. ഇറ്റ് ഈസ് ഒരുപാട് പോപ്പുലർ ആയിട്ടുള്ള മില്ലറ്റുകളാണ് റാഗിയും ബാജറയും. നോർത്തിൽ വളരെ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലും. അപ്പോൾ ജോവറിൽ ഇപ്പോൾ നമുക്ക് ജോവർ റൊട്ടി നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് ഉണ്ടാക്കേണ്ടതാണ്. ഇതുപോലെ ഫെർമെൻറ്റ് ചെയ്യാൻ പറ്റിയാൽ അത് ഫെർമെൻറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കാം, അല്ലാതെയും ഉണ്ടാക്കാം. പിന്നെ ഫെർമെൻറ്റഡ് ദോശ ഉണ്ടാക്കാം, നമുക്ക് കഞ്ഞി ഉണ്ടാക്കാം, പോറിജ് അല്ലെങ്കിൽ കഞ്ഞി ഉണ്ടാക്കാം. ഇപ്പോൾ ജോവറിൻ്റെ കൂടെ നമുക്ക് പലപ്പോഴും ലെഗ്യൂംസ് ഉണ്ടല്ലോ, പലതരം ധാന്യങ്ങൾ, പൾസസ്, പിന്നെ പയറുകൾ, ഇതൊക്കെ ചേർത്തിട്ടുള്ള കഞ്ഞികൾ ഉണ്ടാക്കാം, പിന്നെ പോറിജുകൾ ഉണ്ടാക്കാം. അപ്പോൾ ഒരു ചുരുക്കി നമ്മൾ പറയുകയാണെങ്കിൽ ഫോക്സ്ടെയിൽ മില്ലറ്റ് ലോ GI ആണ്. അതുപോലെ ഡയബറ്റീസ് അല്ലെങ്കിൽ മെറ്റബോളിക് ഡിസോർഡേഴ്സ് ഇൻക്ലൂഡിങ് പോളിസിസ്റ്റമിക് ഒവേറിയൻ ഡിസീസ് പോലുള്ള രോഗങ്ങൾക്ക് വളരെ നല്ലതാണ്. നമുക്കത് ഡെയിലി കഴിക്കാം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആൾട്ടർനേറ്റ് ഡേയ്സ് കഴിക്കാം. പിന്നെ വേറൊന്ന് ലിറ്റിൽ മില്ലറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, വളരെയേറെ ഫൈബർ കൂടുതലുള്ളതാണ്. ഗട്ടിന് അതുപോലെ ഫൈബർ കൂടുതലെന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ കൊളസ്ട്രോളിനെ നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ്. ബാക്ടീരിയകളെ സഹായിക്കുന്നു, ഗട്ടിനെ സഹായിക്കുന്നു. അതുപോലെ നമുക്ക് ഫ്രീക്വൻ്റായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ്. കോഡോ മില്ലറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ കുതിരവാലി എന്നൊക്കെ പറഞ്ഞില്ലേ, കുതിരവാലി അല്ല, കോഡോ മില്ലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിറകിൽപ്പെട്ട ഒരു സംഭവം. അതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ആൻറ്റി ഓക്സിഡൻറ്റ്, ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഫാറ്റി ലിവർ പോലെ, ഒബിസിറ്റി പോലുള്ള സംഭവങ്ങൾ നമുക്കൊരു 3-4 ദിവസം ഒരാഴ്ചയിൽ കഴിക്കാം. ഡെയിലി കഴിക്കുന്നത് നല്ലതല്ല. ബാണിയാട് അല്ലെങ്കിൽ കുതിരവാലി, അത് വെയിറ്റ് ലോസ്, നമ്മൾ പറഞ്ഞ പോലെ ഫാസ്റ്റിംഗ്, ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ്, വെയിറ്റ് ലോസ്, ഇതുപോലെ നമ്മുടെ പുതിയ കാലത്തുള്ള പല മെറ്റബോളിക് ചാലഞ്ചിനെയും നമുക്ക് നല്ലതാണ്. ഷോർട്ട് ടേം ആണ് ഇത് കഴിക്കേണ്ടത്. ഒരുപാട് കാലം കഴിക്കാറില്ല. ആ ഒരു പീരീഡിൽ കഴിക്കാം, നിർത്താം, വീണ്ടും കുറച്ച് കാലം കഴിഞ്ഞ് വീണ്ടും കഴിക്കാം. അങ്ങനെ പല രീതിയിൽ റൊട്ടേഷനിലൂടെ കഴിക്കാൻ പറ്റുന്നതാണ്. ആഴ്ചയിൽ ഒരിക്കലൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് കഴിക്കാവുന്നതുമാണ് ബാണിയാട്, അല്ലെങ്കിൽ ആഴ്ചയിൽ 1-2 പ്രാവശ്യം ദിവസം. ഓരോ ആളുടെ മെറ്റബോളിക് പ്രൊഫൈലും റിക്വയർമെൻ്റ് അനുസരിച്ചാണ് ഇതൊക്കെ നമ്മൾ എടുക്കേണ്ടത്. ഒരു തൈറോയ്ഡ് രോഗി, നമ്മളതിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ പലതരം രോഗങ്ങളുടെ നമ്മുടെ സമയത്തിലെ പ്രൊഫൈൽ അനുസരിച്ച് നമുക്ക് മില്ലറ്റിൻ്റെ പ്രയോഗങ്ങളിലും അതിൻ്റെ പ്രിപ്പറേഷനിലൊക്കെ മാറ്റം വരുന്നു. അതുപോലെ ജോവർ എന്ന് പറയുമ്പോൾ റെസിസ്റ്റൻറ്റ് സ്റ്റാർച്ചാണ്. കാർഡിയോ മെറ്റബോളിക് അല്ലെങ്കിൽ CVD, കൊറോണറി വാസ്കുലർ ഡിസീസ് പോലുള്ള സംഭവങ്ങൾക്ക് നല്ലതാണ്. എൻഡ്യൂറൻസിന് നല്ലതാണ്. റൊട്ടേറ്ററി ആയിട്ട് നമ്മൾ കഴിക്കേണ്ടതാണ്. ഇങ്ങനെ മാറി മാറി കഴിക്കേണ്ട ഒരു സാധനമാണ്. സ്ഥിരമായിട്ട് കഴിക്കരുത്. പല മില്ലറ്റുകൾക്കും ഇത് ബാധകം. ഏത് ഫുഡിനും, ഏത് ഭക്ഷണത്തിനും ഇതൊരു നിയമമാണ്. നമ്മൾ അതിനെ ഫുഡ് റൊട്ടേഷൻ
ഫുഡ് ഓൾട്ടർനേഷൻ ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഗട്ട് ലിവർ ബ്രെയിൻ ആക്സിസ്. ഗട്ടിൻ്റെ പ്രത്യേകത അവിടെ മൈക്രോബയോം ഡൈവേഴ്സിറ്റി, അതുപോലെ ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ് വയറ്റിലേക്ക് എത്തിയിട്ടാണ് അത് വിഘടിച്ചിട്ടാണ് ബാക്ടീരിയയുടെ ഭക്ഷണമാകുന്നത്. അതുപോലെ ഈ ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേഷൻ കുറക്കുന്നു. അതിനൊരു പാത്വേ ഉണ്ട്. ലിവർ ഗ്ലൂക്കോസ് ഹാൻഡ്ലിംഗ്, പിന്നെ ഈ മില്ലറ്റുകൾ പൊതുവേ ചെയ്യുന്ന കാര്യമാണ്. ഫാറ്റ് മെറ്റബോളിസം പോലുള്ള കാര്യങ്ങളെ ലിവറിൻ്റെ സപ്പോർട്ടിലൂടെ ഇത് സഹായിക്കുന്നു. ഫാറ്റ് ഡെപ്പോസിറ്റ് കുറയുന്നു. ഇൻസുലിൻ കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഫാറ്റ് ഡെപ്പോസിറ്റ് കുറയുന്നു. അതുപോലെ ബ്രെയിനിൻ്റെ കാര്യം, ബ്രെയിൻ എങ്ങനെയാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്? സറ്റൈറ്റി കൺട്രോൾ ചെയ്യുന്നു, ക്രേവിങ് കൺട്രോൾ ചെയ്യുന്നു, നമ്മുടെ ഫുഡ് ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യുന്നു. അങ്ങനെ മില്ലറ്റ് ഇതിലൂടെ ബ്രെയിൻ ട്രെയിനിങ് കൂടി നടക്കുകയാണ്. മില്ലറ്റ് ഡയറ്റിലൂടെ ലിവർ ട്രെയിനിങ് നടക്കുകയാണ്. ഗട്ടിൻ്റെ മാനേജ്മെൻറ്റ് നടക്കുകയാണ്. ഗട്ടിൻ്റെ ഹീലിംഗ് നടക്കുകയാണ്. ബ്രെയിനിൻ്റെ ട്രെയിനിങ് നടക്കുകയാണ്. അങ്ങനെ പല രീതിയിലുള്ള ബെനഫിറ്റ്സ് നമ്മുടെ ഇതുണ്ടാകും. മിക്കവാറും രോഗങ്ങൾ നമ്മൾ പറയുമ്പോൾ നമ്മൾ രോഗങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഗട്ട് ലിവർ ബ്രെയിൻ ആക്സിസിലുള്ള ഇംബാലൻസ്, അനോമലിയാണ്, അതിൻ്റെ ഡിറേഞ്ച്മെൻ്റ് ആണ്, ഡീറെയിലിംഗ് ആണ് യഥാർത്ഥത്തിൽ പല രോഗങ്ങളുടെയും ഒരു മെറ്റബോളിക് ബേസിസ് എന്ന് പറയുന്നത്. അതിനെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവന്നാൽ, അതിൻ്റെ സ്ട്രക്ചറിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ പറയുന്ന പല രോഗങ്ങളുടെയും റൂട്ട് കോസ് നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റും. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട 3-4 കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഈ മില്ലറ്റുകൾ പോസിറ്റീവാണ് എന്ന് വെച്ചിട്ട് ഇറ്റ് ഈസ് നോട്ട് പോസിറ്റീവ് ഫോർ ഓൾവേസ് റിപ്പീറ്റഡ്ലി. അവിടെയാണ് നമ്മൾ പറയുന്നത് ഫുഡ് റൊട്ടേഷൻ വരുന്നത്. റിപ്പീറ്റേഷൻ അല്ല, ഫുഡ് റൊട്ടേഷൻ ആണ്. ഫെർമെൻറ്റേഷൻ അല്ല, റോ കുക്കിംഗ് അല്ല. ഫെർമെൻറ്റേഷൻ എന്ന് പറയുന്നത് പുളിപ്പിക്കുക എന്നുള്ളതിന്. അത് മില്ലറ്റിൽ വളരെ വളരെ ഉപകാരപ്പെടുന്നതാണ്. അതിന് ന്യൂട്രീഷണൽ വാല്യൂ ഒരുപാട് കൂടുന്നു. അതിൻ്റെ പല രീതിയിലുള്ള എന്താ പറയുക, ഇൻഡൈജഷൻ പോലുള്ള ചാലഞ്ചസുകൾ ഒരു ഭാഗത്ത് കുറയുന്നു ഫെർമെൻറ്റ് ചെയ്യുമ്പോൾ, മറുഭാഗത്ത് ഫെർമെൻറ്റ് ചെയ്യുമ്പോൾ ന്യൂട്രിറ്റീവ് വാല്യൂ ഒരുപാട് കൂടുന്നു എന്നുള്ളതാണ്. അതുപോലെ കാലറി കൗണ്ടിങ് അല്ല ഇവിടെ പ്രധാനപ്പെട്ടത്, ഇതിൻ്റെ കണ്ടക്സ്റ്റാണ്. നമ്മൾ ഗട്ട് ലിവറിനെ കുറിച്ച് പറയുമ്പോൾ പ്രധാനപ്പെട്ട ചില മില്ലറ്റുകൾ നമ്മൾ പരിചയപ്പെടാം. ഗട്ടിന് വേണ്ടത് മൈക്രോബയോം, ഗട്ട് മൊബിലിറ്റി, മൈക്രോബയോം ഡൈവേഴ്സിറ്റി ആൻഡ് ഗട്ട് ലീക്കി ഗട്ട് നമ്മൾ പറയാറുണ്ട്. ലീക്കി ഗട്ടിനെ കുറിച്ച് കൂടുതൽ നമ്മൾ പഠിക്കണം, നമ്മൾ ഓരോ ആളും പഠിക്കേണ്ടതാണ്. ഗട്ട് ബാരിയർ ഇൻറ്റഗ്രിറ്റി. ഒരുപാട് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസുകളുടെ, എല്ലാ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസുകളുടെയും ഒരു റൂട്ട് കോസ് എന്ന് പറയുന്നത് ലീക്കി ഗട്ട് നമ്മൾ വിളിക്കുന്ന എന്താ പറയുക ഇൻറ്റസ്റ്റൈനൽ ഹൈപ്പർ പെർമിയബിലിറ്റി എന്ന് പറയുന്ന, അതായത് ഇൻറ്റസ്റ്റൈനൽ ഹൈപ്പർ പെർമിയബിലിറ്റി, ലീക്കി ഗട്ട് എന്ന് പറയുന്ന ഒരു ഫിനോമിന. നമ്മുടെ ഗട്ടിൻ്റെ ടൈറ്റ് ജംഗ്ഷൻസിൽ വിള്ളലുണ്ടാകുന്നു, പലതരം ടോക്സിൻസ് അങ്ങോട്ട് കയറുന്നു, പലതരം ബാക്ടീരിയകളും ഇടിച്ച് കയറുന്നു. അത് പോകണ്ടാത്ത സ്ഥലങ്ങളിലേക്ക് ഈ ടോക്സിൻസും ബാക്ടീരിയകളും ചെല്ലുന്നു. അവിടെ പലതരത്തിലുള്ള കോളനൈസേഷൻ ഉണ്ടാക്കുന്നു. അവിടെ സ്വഭാവത്തിൽ ഈ പറയുന്ന ഓട്ടോടോക്സിക്കേഷൻ കാരണം ഈ പറയുന്ന ടോക്സിൻസ് പോകുമ്പോൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിന് ട്രിഗർ ചെയ്യുന്നു. മിക്കവാറും ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ലീക്കി ഗട്ടിൻ്റെ സംഭാവനയാണ്. അതുകൊണ്ട് തന്നെ ഗട്ടിനെ നിയന്ത്രിക്കുന്ന മില്ലറ്റുകൾ എന്താണ്? പ്രധാനപ്പെട്ട 2 മില്ലറ്റുകളാണ് ലിറ്റിൽ മില്ലറ്റും സോർഗം. എല്ലാ മില്ലറ്റുകളും ഗട്ട് ഫ്രണ്ട്ലി ആണ്. ലിറ്റിൽ മില്ലറ്റ് ആൻഡ് സോർഗം അല്ലെങ്കിൽ ജോവർ നമ്മൾ പറയുന്ന, നമ്മളെ ഗോതമ്പ് പോലെ നമ്മൾ പറഞ്ഞ ആ മില്ലറ്റ്, ഈ 2 മില്ലറ്റുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതൊക്കെ ഹൈലി ഫെർമെൻറ്റബിൾ ആണ്. അതുപോലെ ബ്യൂട്രേറ്റ് പ്രൊഡക്ഷൻ, നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ ബ്യൂട്രേറ്റ് ഫാറ്റി ആസിഡ്സിൻ്റെ ബൈ പ്രൊഡക്റ്റാണ് ബ്യൂട്രേറ്റ്സ്. ബ്യൂട്രേറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്ടീരിയകളുണ്ട്. അതിനെ ഈ പറയുന്ന ലിറ്റിൽ മില്ലറ്റും ഷോർഗൻ പോലുള്ള സംഭവങ്ങൾ, ജോവർ പോലുള്ള സാധനങ്ങൾ സഹായിക്കുന്നു. അതുപോലെ ഗട്ട് ഇറിറ്റേഷൻ കുറയുന്നു. ഈ ലിറ്റിൽ മില്ലറ്റും ഷോർഗനും പൊതുവേ ഇൻഡൈജഷൻ, ഗട്ട് ഇറിറ്റേഷൻ, അതുപോലെ പലതരം അലർജി ഉള്ളവർക്കൊക്കെ ഏറ്റവും നല്ലതാണ്. അലർജി രോഗങ്ങൾ, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്, ഇവർക്ക് പ്രത്യേകിച്ച് കഴിക്കേണ്ട 2 മില്ലറ്റുകളാണ് ലിറ്റിൽ മില്ലറ്റും ജോവർ എന്ന് പറയുന്ന, സോർഗം എന്ന് പറയുന്ന മില്ലറ്റ്. ഈ 2 മില്ലറ്റുകൾ. ഇനി ലിവറിനെ കുറിച്ച് വരുമ്പോൾ ലിവർ ഡീടോക്സ്, ഫാറ്റ് മെറ്റബോളിസം, ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഇതൊക്കെയാണ് ലിവർ ഫോക്കസ്ഡ് മില്ലറ്റുകളുടെ പ്രധാനപ്പെട്ട പണികൾ. ഫാറ്റി ലിവറിനെ സഹായിക്കുന്നു, കൊളസ്ട്രോളിനെ നിയന്ത്രിക്കുന്നു, മൊത്തത്തിൽ ഡീടോക്സ്. ലിവറിൻ്റെ ഏറ്റവും വലിയ പണിയാണ് ഡീടോക്സിഫിക്കേഷൻ, അതിനെ സഹായിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട 2 മില്ലറ്റുകൾ നമ്മൾ നേരത്തെ പറഞ്ഞു. എന്താണ് ലിറ്റിൽ മില്ലറ്റ് എന്താണെന്നൊക്കെ പറഞ്ഞ പോലെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട മില്ലറ്റുകൾ കോഡോ മില്ലറ്റും അതുപോലെ ഫോക്സ്ടെയിൽ മില്ലറ്റ്. ഈ 2 മില്ലറ്റുകളാണ്, കോഡോ മില്ലറ്റ് ആൻഡ് ഫോക്സ്ടെയിൽ മില്ലറ്റ്. ഇത് രണ്ടും ഒരുപാട് സഹായിക്കുന്നു ഈ സംഭവങ്ങൾ.
ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലിവർ ഡീടോക്സിഫിക്കേഷൻ ലിവർ എന്ന് പറഞ്ഞാൽ ഹൈ പോളിഫിനോൾ ഉണ്ടാവണം, ആൻറ്റി ഓക്സിഡൻസിന് വേണം. അത്തരം മില്ലറ്റുകളാണ് കോഡോ മില്ലറ്റും ഫോക്സ്റ്റെയിൽ മില്ലറ്റ്സും. അതുപോലെ ഹെപ്പാറ്റിക് ഇൻസുലിൻ സിഗ്നലിങ്ങിനെ അത് നിയന്ത്രിക്കുന്നു. എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇൻസുലിൻ എന്താണ് സിഗ്നൽ പോവുകയാണ് പാൻക്രിയാസിലേക്ക്, ലിവറിൽ നിന്ന്. അപ്പം ഈ സിഗ്നലിനെ കട്ട് ഓഫ് ചെയ്യുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇൻസുലിൻ സ്പൈക്ക് ഉണ്ടാവുന്നില്ല. ലോ സസ്റ്റൈൻഡ് റിലീസാണ് സ്വാഭാവികമായിട്ടും. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന മെറ്റബോളിക് ബെനിഫിറ്റ് ഉണ്ടാകുന്നു, ഇൻസുലിൻ റെസിസ്റ്റൻസിനെ സഹായിക്കുന്നു, ഇൻസുലിൻ സെൻസിറ്റിവിറ്റിയെ എൻഹാൻസ് ചെയ്യുന്നു. അതുപോലെ വേറൊരു കാര്യം, ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു ഡീടോക്സ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കോഡോ മില്ലറ്റ്, ഫോക്സ്റ്റെയിൽ മില്ലറ്റൊക്കെ നമ്മുടെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കുകയും പല രീതിയിൽ നമ്മുടെ മെറ്റബോളിക് ഡാമേജ് കുറയ്ക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഈ പറഞ്ഞ ലിവർ കൂടാതെ ഗട്ട് ബ്രെയിൻ ആക്സിസിലൂടെ പലതരം രോഗങ്ങൾ, അൽഷിമേഴ്സ് പോലുള്ള രോഗങ്ങളെ, ഡിമെൻഷ്യ പോലുള്ള രോഗങ്ങളെ ചെറുക്കാനും ഈ സംഭവങ്ങൾ സഹായിക്കുന്നു. പിന്നെ ഈ ഡീടോക്സിഫിക്കേഷന് വേറൊരു പ്രത്യേകത, അതുപോലെ ഈ ഫാറ്റ് മെറ്റബോളിസത്തിൻ്റെ നിയന്ത്രണങ്ങളിലൂടെ നോൺ ആൽക്കഹോളിക് സ്റ്റീറ്റോ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്ന് പറയുന്ന കണ്ടീഷൻസിനെ ഇത് നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ്. വളരെ നല്ല രീതിയിൽ അത്തരം കണ്ടീഷൻസ് വളരെ കോമൺ ആയിട്ടുള്ള, വളരെയേറെ ദൂരവ്യാപകമായ രീതിയിൽ മനുഷ്യനെ ബാധിച്ച രോഗങ്ങളാണ് ഇതൊക്കെ. മെറ്റബോളിക് സിൻഡ്രോം, PCOD, ഫാറ്റി ലിവർ ഡിസോഴ്സസ്, എവറി അതർ പേഴ്സൺ ഈസ് ഹാവിങ് ദിസ്. ഒരു അപൂർവമായ രോഗങ്ങളൊന്നുമല്ല, നമ്മൾക്ക് എല്ലാവർക്കും ഏറിയും കുറഞ്ഞുള്ള രോഗങ്ങളാണ് അല്ലെങ്കിൽ പ്രശ്നങ്ങളാണ്. ബട്ട് ഓൺ ലോങ് ടേം ദീസ് ആർ ഗോയിങ് ടു കോസ് ഗ്രേറ്റ് ഡാമേജസ്. ചില്ലറ സംഭവമൊന്നുമല്ല. നമ്മൾ കുറച്ച് SGPT, SGOT ഇങ്ങനെ പൊങ്ങി കാണുമ്പോൾ ഇതെല്ലാവർക്കും ഉള്ളതല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ മിണ്ടാണ്ടിരിക്കും. പക്ഷേ ഇറ്റ് ക്യാൻ കോസ് സീരിയസ് ഡാമേജ് ഇൻ ഡ്യൂ കോസ്. അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. മെറ്റബോളിക് ഡിസീസ്, അതുപോലെ പോസ്റ്റ് വൈറൽ ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ലിവർ ഡിസീസ്, പോസ്റ്റ് വൈറൽ ഡിസീസ്, പല വൈറൽ ഡിസീസും ലിവറിന് വലിയ ഡാമേജ് ഉണ്ടാക്കുന്നു. അതുപോലെ പല മരുന്നുകൾ, ആൻറ്റിബയോട്ടിക്കിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. ആൻറ്റിബയോട്ടിക് ശേഷം കോഡോ മില്ലറ്റ് കഴിക്കുന്നത് നല്ലതാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ഡ്രഗ് ഇൻഡ്യൂസ്ഡ് നമ്മുടെ പാരസിറ്റമോൾ മാത്രം മതി നമ്മുടെ ലിവറിന് വലിയ ഡാമേജ് ഉണ്ടാക്കാൻ. സ്ഥിരമായ തലവേദനയ്ക്ക് ആളുകൾ പാരസെറ്റമോൾ കഴിക്കാറുണ്ട്. ഇന്ന് പാരസെറ്റമോളിൻ്റെ കവറിൽ വെണ്ടക്കയിൽ ഇപ്പം ലിവർ പ്രിക്കോഷൻസ് എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്, താങ്ക്ഫുള്ളി. അപ്പോൾ ഇത് പാരസെറ്റമോൾ കഴിക്കുന്നവർ, ആൻറ്റിബയോട്ടിക് കഴിക്കുന്നവരൊക്കെ കോഡോ മില്ലറ്റ്, ഫോക്സ്ടെയിൽ മില്ലറ്റ് ഒക്കെ നമ്മൾ കഴിക്കുന്നത് നല്ലതാണ്. പോസിറ്റീവ് പോസ്റ്റ് വൈറൽ നമ്മൾ പറയാറില്ലേ, ആഫ്റ്റർ വൈറൽ ഡിസീസ്, ഇത് നല്ലൊരു സംഭവമാണ്. അടുത്തത് നമ്മൾ പറയാവുന്നത് പിന്നെ ബ്രെയിൻ, നമ്മൾ ഗട്ട് ലിവർ ബ്രെയിൻ ആക്സിസ്, ഏറ്റവും പ്രധാനപ്പെട്ട 2 മില്ലറ്റ് ബ്രെയിനിനെ സഹായിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ പല രോഗങ്ങളും, ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസസ്, ന്യൂറോ മെറ്റബോളിസം, അതുപോലെ നമുക്ക് ആർത്തി, ക്രേവിങ്, ഡിപ്രഷൻ, മൂഡ് ഡിസോർഡേഴ്സ്, മൂഡ് റിലേറ്റഡ് പ്രോബ്ലംസ്. അപ്പോൾ മൂഡ് സ്റ്റെബിലൈസ് ചെയ്യാൻ ഏറ്റവും നല്ല മില്ലറ്റുകളാണ് ഫോക്സ്ടെയിൽ മില്ലറ്റും ബാണിയാർഡ് മില്ലറ്റും. അതുപോലെ നെർവ് എന്താ പറയുക, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, അല്ലെങ്കിൽ നെർവിൻ്റെ ഹെൽത്ത് ഇൻ ജനറൽ, അതുപോലെ നമ്മുടെ ഇമോഷണൽ പ്രോബ്ലംസ്, സാറ്റിറ്റി പോലുള്ള വിഷയങ്ങൾ, ഇതിനൊക്കെ ഈ പറയുന്ന 2 മില്ലറ്റുകളും സഹായിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ വേറൊരു വലിയ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് സ്പൈക്കും ബ്രെയിൻ ഹെൽത്തുമായി ബന്ധപ്പെട്ടതാണ്. ഗ്ലൂക്കോസിൻ്റെ സ്പൈക്ക് ബ്രെയിനിൽ താൽക്കാലികമായ ഡോപ്പാമൈൻ സർജ് ഉണ്ടാക്കുന്നു, പല രീതിയിലുള്ള എക്സൈറ്റേഷൻ ഉണ്ടാക്കുന്നു. പക്ഷേ ഇൻ നോ ടൈം നമ്മൾ വലിയ രീതിയിലുള്ള ഗ്ലൂക്കോസ് ഡിപ്പിലേക്കും ഇൻസുലിൻ ക്രാഷിലേക്ക് നമ്മൾ പോകുന്നു, ഗ്ലൂക്കോസ് ക്രാഷിലേക്ക് പോകുന്നു, ബ്രെയിനിൽ ബ്രെയിൻ ഫോഗ് പോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു, പല രീതിയിലും ലോങ് ടേം ബ്രെയിൻ ഡാമേജ് ഉണ്ടാകുന്നു. അപ്പം മാഗ്നീഷ്യം, B വൈറ്റമിൻസ് പോലുള്ള സംഭവങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ബ്രെയിനിൻ്റെ സപ്പോർട്ടീവ് വൈറ്റമിൻസും മിനറൽസൊക്കെയാണ് ഇതൊക്കെ. അപ്പം ഏറ്റവും കൂടുതൽ ഇത്തരം സംഭവങ്ങൾ, മഗ്നീഷ്യം ആയാലും B വൈറ്റമിൻസ് ആയാലും, നമുക്ക് അരിയിൽ നമുക്കറിയാം B വൈറ്റമിൻസ് ഉണ്ട്, പക്ഷേ അതൊക്കെ കഴുകി കുളിപ്പിച്ച് നശിപ്പിച്ചിട്ടാണ് നമ്മുടെ കയ്യിലേക്ക് ഇത് വരാറുള്ളത്. താങ്ക്ഫുള്ളി മില്ലറ്റിനെ ഇങ്ങനെ കുളിപ്പിക്കാനും കഴുകാനും നശിപ്പിക്കാനും തുടങ്ങിയിട്ടില്ല. ഇൻഡസ്ട്രിയൽ ഭീമന്മാരുടെ കയ്യിലേക്ക് ഇത് എത്തിയിട്ടില്ല. ഇപ്പോൾ ടാറ്റയുടെ സോൾഫുൾ എന്ന് പറഞ്ഞ ചില ബ്രാൻഡുകളൊക്കെ വന്നിട്ടുണ്ട്. സോൾഫുൾ ടാറ്റ ഏറ്റെടുത്തോടുകൂടെ തന്നെ കളി തുടങ്ങിയിട്ടുമുണ്ട്. മില്ലറ്റ് എന്ന വെണ്ടക്കയിൽ വലിയൊരു പാക്കറ്റിൽ നമുക്ക് കിട്ടുന്നത് മില്ലറ്റ് അതിൽ ചെറിയ ശതമാനം മാത്രമാണ്. ഈ പറയുന്ന പോലെ എല്ലാ അഡിറ്റീവ്സും പലതരത്തിലുള്ള എൻഹാൻസ്മെൻറ്റും ചെയ്തിട്ടാണ് ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഇറക്കി. ഞാനിതൊരു ബ്രാൻഡിന് എഗെയിൻസ്റ്റ് അല്ല, ബട്ട് വി നീഡ് ടു ലേൺ ഹൗ ടു റീഡ് ലേബിൾസ്.
how to read the literature of a ബ്രാൻഡ് ലിറ്ററേച്ചർ നമ്മൾ പലപ്പോഴും നമ്മൾ പറ്റിക്കും. സോ വി ഷുഡ് ബി വിജിലൻ്റ് ഇൻ ദാറ്റ്. അപ്പോൾ സ്റ്റേബിൾ ഗ്ലൂക്കോസ്, സ്റ്റേബിൾ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് സിന്തസിസ്, ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോക്സ്ടെയിൽ മില്ലറ്റ്, ബാണിയാർഡ് മില്ലറ്റ്. മാഗ്നീഷ്യവും ബി വൈറ്റമിൻ നമ്മൾ പറഞ്ഞു. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സാറ്റേറ്റീവ് ഹോർമോൺസ്, ഗ്രെലിൻ ലെപ്റ്റിൻ ബാലൻസ് ഉണ്ട്. അവിടെ ഗ്രെലിനെ നിയന്ത്രിക്കുന്നു, ബ്യൂട്രൈഡ്സ് ഗ്രെലിനെ നിയന്ത്രിക്കുന്ന സാധനമാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ. അതുപോലെ ലെപ്റ്റിൻ പോലുള്ള നല്ല ഹോർമോൺസിൻ്റെ എലിവേഷൻ ഇത് ഈ പറയുന്ന മില്ലറ്റിലൂടെ സാധിക്കുന്നു. സസ്റ്റെയിൻ റിലീസ് കാരണം എന്താണ് ലോങ് സസ്റ്റെയിൻ ലെവൽ ഓഫ് ലെപ്റ്റിൻ നമുക്ക് വിശപ്പിനെ കുറക്കുന്നു. സ്വാഭാവികമായിട്ടും നമുക്ക് വണ്ണം കുറയുന്നു, പല രീതിയിലുള്ള മെറ്റബോളിക് ഡിസോർഡേഴ്സിനെ കുറക്കുന്നു, ലിവറിലെ ഡാമേജ് കുറയുന്നു, ബ്രെയിൻ ഹെൽത്ത് കൂട്ടുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് ഫുഡ് ക്രേവിങ്ങിനെ അത് നിയന്ത്രിക്കുന്നു. ആങ്സൈറ്റി ഡിസോർഡേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു, മൂഡ് സ്റ്റെബിലിറ്റി പറഞ്ഞു, ആങ്സൈറ്റി, ഡിപ്രഷൻ, ഇത് നമ്മുടെ ഈ എന്താ പറയുക ഗ്ലൂക്കോസ് സ്പൈക്കിൻ്റെയും ഇൻസുലിൻ്റെയൊക്കെ ഇൻസുലിൻ വളരെ വലിയ ദൂരവ്യാപകമായ രീതിയിൽ ഹോർമോണൽ ബയോസിസ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഇംബാലൻസ് ഉണ്ടാക്കുന്ന ഹോർമോണൽ കമ്പോസിഷൻ ഉണ്ടല്ലോ, അതിൻ്റെ അലകും പിടിയും തകർക്കുന്നതാണ് ഇൻസുലിൻ്റെ പണി. ഇൻസുലിൻ വളരെ പ്രധാനപ്പെട്ട വളരെ ഉപകാരമുള്ള സാധനം തന്നെയാണ്. പക്ഷേ ഇറ്റ് ഹാസ് എ ലിമിറ്റഡ് റോൾ ആൻഡ് ദറ്റ് റോൾ ഈസ് ഡിഫൈൻഡ്. പക്ഷെ പലപ്പോഴും ഇൻസുലിൻ ഒരു നിത്യസംഭവമാണ് നമ്മുടെ ശരീരത്തിൽ. നമ്മൾ കോർട്ടിസോളിനെ കുറിച്ച് പറയുന്ന പോലെ ഇൻസുലിൻ കൂടുമ്പോൾ കോർട്ടിസോൾ കൂടുന്നു. ഇതൊക്കെ പരസ്പരം സഹായിക്കുന്ന സാധനങ്ങളും കൂടിയാണ്. ഇതൊക്കെ അതായത് ചില സംഭവങ്ങൾ കൂടുമ്പോൾ എന്താണ് ചാണ്ടി ആയുമ്പോൾ തൊമ്മൻ മുറുകുന്നു എന്നൊക്കെ പറഞ്ഞതുപോലെ ഇൻസുലിൻ കൂടുമ്പോൾ ഗ്രോത്ത് ഹോർമോൺ കുറയുന്നു, ഇൻസുലിൻ കൂടുമ്പോൾ ടെസ്റ്റോസ്റ്ററോൺ കുറയുന്നു. ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള പല സാധനങ്ങൾ കുറയുന്നു, കോർട്ടിസോൾ കൂടുന്നു. ഇൻസുലിൻ മെറ്റബോളിസത്തിൻ്റെ ആക്സിസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഫുഡ് ക്രേവിങ് നമ്മൾ പറഞ്ഞു, ആങ്സൈറ്റി പോലുള്ള മൂഡ് ഡിസോർഡേഴ്സ്, എഫക്റ്റീവ് ഡിസോർഡേഴ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതുപോലെ കോഗ്നിറ്റീവ് ഫറ്റീഗ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൽ പൊതുവേ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ഏറ്റവും പ്രധാനപ്പെട്ടതും നല്ല രീതിയിൽ നമ്മുടെ തലച്ചോറിൻ്റെ ബ്രെയിനിൻ്റെ ഫങ്ഷനെ സഹായിക്കുന്നു എന്നുള്ളതാണ് ഈ പറയുന്ന കീറ്റോ അല്ലെങ്കിൽ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പ്രത്യേകിച്ച് നമ്മൾ ലോങ്ങർ വി ഗോ ബെറ്റർ ദ മെൻ്റൽ ക്ലാരിറ്റി. അതുകൊണ്ട് തന്നെ ചില മില്ലറ്റുകൾ നമ്മൾ ഈ പറയുന്ന ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിനെ സഹായിക്കുന്നതുകൊണ്ട് തന്നെ പ്രധാന എക്സാം പീരീഡിലൊക്കെ ഈ ഫോക്സ്ടെയിൽ മില്ലറ്റ്, ബാണിയാർഡ് മില്ലറ്റ് പോലുള്ള കാര്യങ്ങൾ കഴിക്കാവുന്നതാണ്. കീറ്റോയുടെ കൂടെ ധൈര്യമായി കഴിക്കാവുന്നതാണ് ഈ പറയുന്ന ബ്രെയിൻ പ്രോ മില്ലറ്റുകൾ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മില്ലറ്റിൻ്റെ തെറാപ്യൂട്ടിക് പ്രിസ്ക്രിപ്ഷൻ വീൽ എന്ന് പറയുന്ന സംഭവമുണ്ട്, തെറാപ്യൂട്ടിക് പ്രിസ്ക്രിപ്ഷൻ ഫിലോസഫി ഉണ്ട്, അതിൻ്റെ പ്രോട്ടോകോൾ ഉണ്ട്. ഇതൊക്കെ വിശദമായി ഡിസ്കസ് ചെയ്യേണ്ട കാര്യമാണ്. അതിന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതിലുണ്ട്. ഇന്നത്തെ ഒരു ടോപ്പിക്കിൽ നമ്മുടെ ഇന്നത്തെ ഒരു പരിമിതിക്ക് പുറത്താണത്. അപ്പോൾ ഒന്നുകൂടി പറയുമ്പോൾ ഫോക്സ്ടെയിൽ മില്ലറ്റ്, ലിവർ, ബ്രെയിൻ ആക്സിസ്. സ്വാഭാവികമായിട്ടും ഗട്ടിൻ്റെ GI വാല്യൂ ഉള്ളതാണ് ഇൻസുലിൻ. സ്വാഭാവികമായിട്ടും ഇൻസുലിൻ സെൻസിറ്റിവിറ്റിയെ പ്രൊമോട്ട് ചെയ്യുന്നതാണ്. ലിറ്റിൽ മില്ലറ്റ് അഗെയിൻ ഗട്ട് പ്രോ ആണ്. ഫൈബർ, മൈക്രോബയോം പോലുള്ള സംഭവങ്ങൾ അത് സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ IBS പോലുള്ള, ഡിസ്ലിപ്പിഡീമിയ പോലുള്ള, പിന്നെ കോൺസ്റ്റിപ്പേഷൻ പോലുള്ള പല വിഷയങ്ങൾക്കും നല്ലൊരു പരിഹാരമാണ്. കോഡോ മില്ലറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു ലിവർ പ്രോ ആണ്, ലിവർ സപ്പോർട്ടീവാണ്. ആൻറ്റി ഓക്സിഡൻസും ഡീടോക്സിഫിക്കേഷൻ പോലുള്ള സംഭവങ്ങൾ പറഞ്ഞു. വേറൊരു കാര്യം, കോഡോ മില്ലറ്റ് പോലുള്ള സംഭവങ്ങൾ സ്ഥിരമായി മദ്യപാനം ചെയ്യുന്ന ആളുകൾക്ക് ഒരുപാട് സഹായം നൽകുന്നുള്ളതാണ്. ഫോക്സ്ടെയിൽ പോലെ തന്നെ ഒരുപാട് ആൽക്കഹോളിക് ഡിപ്പെൻഡൻസി ഉള്ള ആളുകൾക്ക് കോഡോ മില്ലറ്റ് ക്യാൻ ബി എ ഗുഡ് സോഴ്സ് ഓഫ് കാർബോഹൈഡ്രേറ്റ് ആൻഡ് ഗുഡ് സോഴ്സ് ഓഫ് ന്യൂട്രിയൻസ് ആൻഡ് ഗുഡ് മില്ലറ്റ് ടു ന്യൂട്രലൈസ് ഫോർ സം എക്സ്റ്റെൻറ്റ്. എന്ന് വെച്ചാൽ നാളെ മുതൽ എല്ലാവരും നന്നായിട്ട് കുടിച്ചോളൂ, അതിൻ്റെ കൂടെ കോഡോ മില്ലറ്റ് കഴിച്ചാൽ മതി എന്നുള്ളതല്ല പറയണത്. ഇനി ബാണിയാണ്, അതെങ്കിൽ നമ്മൾ കുതിരവാലിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം പറഞ്ഞാൽ സസ്റ്റൈനൻസ് നമ്മൾ പറഞ്ഞു. അതുപോലെ നമ്മുടെ ലോങ് ടേം സാറ്റിറ്റി പറഞ്ഞു. ബ്രെയിൻ സപ്പോർട്ടീവാണ്, എസ്പെഷ്യലി ഇൻ ഷോർട്ട് ടേം. നമ്മൾ ലോങ് ടേമിൽ കുതിരവാലി ഒന്നും കഴിക്കാറില്ല, അത് സൈക്ലിക്കലായിട്ട് കഴിക്കേണ്ടതാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജോവർ ഒരു മജീഷ്യനാണ്, നമ്മുടെ ഗോതമ്പിൻ്റെ അടുത്ത ബന്ധുവാണ്. പക്ഷേ ഗോതമ്പിൻ്റെ പല ദൂഷ്യങ്ങളും അതിനില്ല. ആൻഡ് ഇറ്റ് ഈസ് എ മില്ലറ്റ് വിത്ത് എ ലോഡ് ഓഫ് ഫൈബർ ആൻഡ് ലോഡ് ഓഫ് റെസിസ്റ്റൻസ് സ്റ്റാർച്ച്. സ്വാഭാവികമായിട്ടും ഒരുപാട് ബെനിഫിറ്റ് കാർഡിയോ മെറ്റബോളിക് മേഖലയിൽ, ഹൈപ്പർ ടെൻഷൻ, ഡിസ്ലിപ്പിഡീമിയ,
പല രീതിയിലുള്ള കൊളസ്ട്രോൾ റിലേറ്റഡ് ഇൻബാലൻസ് നമ്മൾക്ക് അറിയാമല്ലോ. അതുപോലെ പല രീതിയിലുള്ള ഹാർട്ട് റിലേറ്റഡ് പ്രോബ്ലംസ് ഇതിനൊക്കെ സഹായിക്കുന്നു. മഗ്നീഷ്യം കൂടുതൽ കൊണ്ട് പാൽപിറ്റേഷൻ പോലുള്ള സംഭവങ്ങൾ അത് നിയന്ത്രിക്കുന്നു, BP നിയന്ത്രിക്കുന്നു. സോ ഇറ്റ് ഇസ് എ വെരി ഗുഡ് തിങ്. പൊതുവേ നമ്മൾ മനസ്സിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം ട്രിപ്റ്റോഫാൻ നമ്മുടെ മെൻ്റൽ ഹെൽത്തിൻ്റെ മൂഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ട്രിപ്റ്റോഫാൻ. ട്രിപ്റ്റോഫാൻ നമുക്ക് ഫുഡിൽ നിന്നാണ് കിട്ടുക. ട്രിപ്റ്റോഫാൻ കിട്ടിയിട്ടാണ് സിറട്ടോണിൻ ഉണ്ടാകുന്നത്. സിറട്ടോണിൻ ഉണ്ടായിട്ട് വേണം മൂഡിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ. ഇല്ലെങ്കിലോ നമുക്ക് പല രീതിയിലുള്ള ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡേഴ്സ് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ മില്ലറ്റ്സ് ആർ എ വെരി ഗുഡ് സോഴ്സ് ഓഫ് ട്രിപ്റ്റോഫാൻ ആൻഡ് എ very good source of B vitamins, a wonderful source for most of the B vitamins, B1, B6, B12, all of them. അതുപോലെ മഗ്നീഷ്യം മൂഡിനെയും ബ്രെയിനിനെയും സഹായിക്കുന്ന, ഉറക്കത്തെ സഹായിക്കുന്ന, വലിയ രീതിയിൽ ഉറക്കം. മില്ലറ്റിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയാതിരുന്ന ഒരു സാധനമാണ് ഉറക്കം. പലപ്പോഴും മില്ലറ്റ് വീക്ക് ഡൈജഷൻ ഉള്ളവർക്ക് വൈകിട്ട് ഒരുപാട് മില്ലറ്റ് കഴിക്കുന്നത്, അത് ഫെർമെൻറ്റ് ചെയ്യാത്തതാണെങ്കിൽ ചിലർക്കും എങ്കിലും ചിലപ്പോൾ സ്ലീപ്പ് ചാലഞ്ച് ഉണ്ടാക്കിയേക്കാം. അതുകൊണ്ട് തന്നെ ഈ പറയുന്നതെല്ലാം ഓരോ വ്യക്തിയുടെയും കാര്യത്തിൽ, അത് ഏത് ഫുഡും, മില്ലറ്റിനെ കുറിച്ച് മാത്രമല്ല, ഏത് ഫുഡും വി നീഡ് ടു അഡ്രസ് ദാറ്റ് ആൻഡ് വി നീഡ് ടു അഡ്രസ് ഇൻഡിവിജ്വൽ ചാലഞ്ചസ്. ഓരോ വ്യക്തിയുടെയും പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. മഗ്നീഷ്യം സ്ട്രെസ്സ് കുറക്കുന്നു, ഉറക്കത്തിൻ്റെ ക്വാളിറ്റി കൂട്ടുന്നു. മഗ്നീഷ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് പാൽപിറ്റേഷൻ കുറക്കുന്നു, സ്ട്രെസ്സ് കുറക്കുന്നു, ഹൈപ്പർ ടെൻഷനിൽ ഒരുപാട് സഹായിക്കുന്നു. പല മില്ലറ്റുകളും, പ്രത്യേകിച്ച് കോഡോ മില്ലറ്റ് പോലും ബാർണിയാർഡ് പോലുള്ള മില്ലറ്റുകൾ ഹൈ എമൗണ്ട് ഓഫ് മഗ്നീഷ്യം ഉണ്ട്, സ്ട്രെസ്സിനെയും സ്ലീപ്പിനെയും കുറക്കുന്നു. അതുപോലെ ഫൈബർ ഇൻ ജനറൽ മെൻ്റൽ എന്താണ് ബെനിഫിറ്റ്സ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മെൻ്റൽ ബെനിഫിറ്റ്സിൽ നമുക്ക് ഫൈബർ ഇറ്റ് സെൽഫ് ക്യാൻ ബ്യൂട്രേറ്റ്സ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അതുപോലെ ഗട്ട് ബ്രെയിൻ ആക്സിസിനെ, ലിവർ ആക്സിസിനെ സഹായിക്കുന്നതോടുകൂടി ഇൻഫ്ലമേഷൻ കുറയുന്നു, ബ്ലഡ് ഷുഗർ കുറയുന്നു, സ്പൈക്ക് കുറയുന്നു. സ്പൈക്ക് കുറയുമ്പോൾ തന്നെ മൂഡിൽ വ്യത്യാസം ഉണ്ടാകുന്നു, കൂടുതൽ നേരം ക്ലാരിറ്റി, മെൻ്റൽ ക്ലാരിറ്റി ഉണ്ടാകും, ബ്രെയിൻ ഫോഗ് കുറയുന്നു. അങ്ങനെ പല രീതിയിൽ സ്ലീപ്പിൻ്റെ ക്വാളിറ്റി കൂടുമ്പം തന്നെ സ്വാഭാവികമായിട്ടും മെൻ്റൽ ക്ലാരിറ്റി കൂടുന്നു, മൈൻഡിൻ്റെ ഏറ്റവും നല്ല അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നു, ഡിപ്രഷൻ, ആങ്സൈറ്റി പോലുള്ള കാര്യങ്ങൾ ഒരുപാട് കുറയുന്നു. അതുപോലെ ആൻറ്റി ഓക്സിഡൻസ്, ഓഫ് കോഴ്സ് ബ്രെയിൻ സെൽസിന് ഏറ്റവും വലിയ ആവശ്യമുള്ള സാധനമാണ് ആൻറ്റി ഓക്സിഡൻസ് ഇൻ ജനറൽ. ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് കൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ സ്പൈക്ക് ഉണ്ടാകുന്നില്ല. സ്പൈക്ക് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ബ്രെയിനിനെയാണ്. സോ മെൻ്റൽ വെൽബീയിങ്ങിന് ഒരു ബാലൻസ്ഡ് മില്ലറ്റ് ഡയറ്റ് ഈസ് വെരി മച്ച് ഹെൽപ്ഫുൾ. നേരത്തെ പറഞ്ഞ പോലെ ഇൻസുലിൻ കൂടുമ്പോൾ കോർട്ടിസോൾ കൂടുന്നു, ഇൻസുലിൻ കുറയുമ്പോൾ കോർട്ടിസോൾ കുറയുന്നു, കോർട്ടിസോൾ കുറയുമ്പോൾ അഗ്രഷൻ കുറയുന്നു, അഗ്രഷൻ കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മൂഡിലും നമ്മുടെ സ്ട്രെസ്സിലും നമ്മുടെ ആങ്സൈറ്റിയിലൊക്കെ ഒരുപാട് വ്യത്യാസം ഉണ്ടാകുന്നു. വി വിൽ ബി ഹാവിങ് എ മച്ച് ബെറ്റർ. ഇനി പ്രധാനപ്പെട്ട ഒരു ഏരിയയിലേക്ക് വരികയാണ്. ഇത് ഒരു ഡിസ്ക്ലൈമർ പോലെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. മറ്റേത് സംഭവം പോലെ തന്നെ മില്ലറ്റ് തീവ്രവാദം പ്രചരിപ്പിക്കാനല്ല ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. എല്ലാത്തിനും മില്ലറ്റ്, എപ്പോഴും മില്ലറ്റ്, 3 നേരം മില്ലറ്റ്, മില്ലറ്റോട് മില്ലറ്റ്, ഇങ്ങനെ ഒരു അയ്യര് കളിയല്ല ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. കൃത്യമായ ഇൻ്റർവെൽ, കൃത്യമായ റൊട്ടേഷൻ, കൃത്യമായ പ്രിപ്പറേഷൻ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇതിൽ ചില കാര്യങ്ങൾ പറയും. ചിലർക്കെങ്കിലും ഇപ്പോൾ തൈറോയിഡിനെ കുറിച്ച് പറയുമ്പോൾ, തൈറോയിഡിന് ഈ ഗോയിട്രോജൻ എന്ന് പറഞ്ഞിട്ട് കുറേ പച്ചക്കറികളും കുറേ നമ്മുടെ ഫുഡുകളുണ്ട്, ചില മില്ലറ്റുകളും പലതരം പച്ചക്കറികളും എന്ന് വെച്ചാൽ നമുക്ക് പച്ചക്കറി മുഴുവൻ നമുക്ക് തെമ്മാടിക്കുഴിയിലേക്ക് തള്ളാൻ പറ്റില്ല. അതുപോലെ മില്ലറ്റുകൾ മുഴുവൻ നമുക്ക് തള്ളാൻ പറ്റില്ല. പക്ഷേ ഹൗ വി ഷുഡ് മാനേജ് ഇറ്റ്, ഹൗ വി ഷുഡ്, ഇഫ് യു ഹാവ് എ ചാലഞ്ച് ഇൻ തൈറോയിഡ് മെറ്റബോളിസം. പലർക്കും ആധുനിക ലോകത്ത് തൈറോയിഡ് മെറ്റബോളിസം വലിയ പ്രശ്നമാണ്, പ്രത്യേകിച്ച് ഹഷിമോട്ടോ തൈറോയിഡൈറ്റിസ്. വളരെ 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 ഒരു എന്താണ്, നമ്മുടെ കണ്ണിൽ പെടാത്തൊരു വില്ലനാണ്. നമുക്ക് നമ്മളുടെ ഒരു ടെസ്റ്റിലും വരാത്ത സാധനങ്ങളൊക്കെയാണ് ഇതൊക്കെ. സ്വാഭാവികമായിട്ടും അവിടെ ഫിംഗർ മില്ലറ്റ്, പേൾ മില്ലറ്റ്, സോർഗം, ഇതുപോലെ ചില മില്ലറ്റുകൾ നന്നായി എന്താണ് ഏറ്റവും പോപ്പുലർ, ഈ 3 ഏറ്റവും പോപ്പുലർ മില്ലറ്റാണ്. ഈ 3 പോപ്പുലർ മില്ലറ്റുകളും കൃത്യമായ രീതിയിൽ കഴിച്ചിട്ടില്ലെങ്കിൽ ചിലർക്ക് തൈറോയിഡ് റിലേറ്റഡ് എന്താണ്, നമ്മൾ ഹോമിയോക്കാരാണ്, നമ്മൾ ഡയാത്തസിസിൽ വിശ്വസിക്കുന്നവരാണ്. ഇവിടെ വില്ലന്മാർ ഈ മില്ലറ്റുകളല്ല, നമ്മുടെ ഡയാത്തിസിസ് ആണ്, നമ്മുടെ മെറ്റബോളിക് പ്രൊഫൈലാണ്. ആൻഡ് വി നീഡ് ടു അഡ്രസ് ദാറ്റ് ഇൻ മെനി വേയ്സ്. പക്ഷേ വി ഷുഡ് ബി കോഷ്യസ് വെൻ വി ടേക്ക് ഓൾ ദീസ് 3 തിങ്സ്. 3 സാധനം, ഫിംഗർ മില്ലറ്റും പേൾ മില്ലറ്റും സോർഗവും നമ്മൾ കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യേണ്ടത് അതിനെ എന്ത് ചെയ്യണം, പുതിർത്തണം, അതിനെ പുളിപ്പിക്കണം, അതിനെ മുളപ്പിക്കണം. ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ, അല്ലെങ്കിൽ വി ക്യാൻ
ഫോക്കസ് ഇൻ ടു ഓൾ അതർ 7 മില്ലറ്റ്സ്. ഈ 3 കഴിഞ്ഞാൽ വേറെ 7 മില്ലറ്റുകളുണ്ട്. ധൈര്യമായി കണ്ണടച്ച് നിങ്ങൾക്ക് തൈറോയിഡ് പ്രോബ്ലംസ് ഉള്ളവർ കഴിക്കാവുന്നതാണ്. പിന്നെ അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം സി ഗ്ലൈക്കോസിൽ ഫ്ലേവൻ എന്താണ് ഫ്ലവോൺസ് എന്ന് പറയുന്ന സാധനം. ഇത് എന്താ പറയുക, ഒരു കൈൻഡ് ഓഫ് തൈറോയിഡ് പെറോക്സിഡൈസിൻ്റെ ഇൻഹിബിറ്ററാണ്. ഇത് ഈ പറയുന്ന ഫിംഗർ മില്ലറ്റിലും പേൽ മില്ലറ്റിലും ബാജറയിലും റാഗിയിലും ജോവറിലും 3 പ്രധാനപ്പെട്ട കോമൺ മില്ലറ്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ തൈറോയിഡ് ചാലഞ്ച് ഉള്ളവർ പ്രത്യേകിച്ച് ഒരു പരിധിവരെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ബട്ട് സ്റ്റിൽ ദേ ക്യാൻ ഓൾസോ ഹാവ് ദിസ്. ഈ പറയുന്ന 3 കോമൺ മില്ലറ്റ്സ് അവർക്കും ആവാം. അതിനെ എന്താണ് മുളപ്പിച്ച് പുളിപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ. ഇനി കിഡ്നി ഡിസോർഡേഴ്സ്. ഈ നേരത്തെ പറഞ്ഞ പോലെ റാഗി അവിടെയും പ്രശ്നക്കാരനാണ്. ബേണിയാർഡ് മില്ലറ്റ് നമ്മൾ കുറച്ച് എന്താ പറയുക, കാരണം ഹൈ ഫോസ്ഫറസ് ഉണ്ട്. റാഗിയിൽ കാൽഷ്യം ഓക്സലേറ്റ്സ് ഉണ്ട്, സ്റ്റോൺ പോലുള്ള സംഭവങ്ങൾ. അല്ലെങ്കിൽ ഫോക്സ്റ്റെയിൽ മില്ലറ്റിൽ നമുക്ക് പൊട്ടാഷ്യം വളരെ കൂടുതലാണ്. ഇത് 3 കിഡ്നി പ്രോബ്ലംസ് ഉള്ളവർക്ക്, ആൾറെഡി CKD അല്ലെങ്കിൽ നെഫ്രോലിത്തിയാസിസ് ഉള്ളവർക്ക്, സ്റ്റോൺ ഉള്ളവർക്ക്, പല രീതിയിലുള്ള കിഡ്നി ചാലഞ്ചസ് ഉള്ളവർക്ക് ശ്രദ്ധിച്ച് കഴിക്കേണ്ട സംഭവമാണ് ഈ 3 സാധനങ്ങൾ. അതേസമയത്ത് സേഫർ ഓപ്ഷൻസ് മിനി അതർ മില്ലറ്റ്സ് ഉണ്ട്. ലിറ്റിൽ മില്ലറ്റും കോഡോ മില്ലറ്റും വളരെ ധൈര്യത്തിൽ കഴിക്കാം. കോഡോ മില്ലറ്റ് പൊതുവെ ഒരു റൊട്ടേറ്ററി മില്ലറ്റാണ്, സ്ഥിരമായി കഴിക്കേണ്ട മില്ലറ്റ് അല്ല. പക്ഷേ നമ്മൾ എപ്പോഴും കഴിച്ചാൽ, പ്രത്യേകിച്ച് ഫാസ്റ്റിംഗ് പോലുള്ള സംഭവത്തിൽ കഴിച്ചാൽ ഒരുപാട് ബെനിഫിറ്റുള്ള സാധനമാണ്. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് നമ്മൾ ഡെയിലി ചെയ്യാറില്ല. ചെയ്യുന്ന ദിവസങ്ങൾ നമുക്ക് കോഡോ മില്ലറ്റ് കഴിക്കാം, ബേണിയാർഡ് കഴിക്കാം. അങ്ങനെയാണ് ഇത് മനസ്സിലാക്കേണ്ടത്. കാർഡിയോ വാസ്കുലർ ഡിസീസ് അല്ലെങ്കിൽ ഹൈപ്പർ ലിപ്ഡീമിയ, ഇത്തരം കേസുകൾ മില്ലറ്റ് കഴിക്കുമ്പോൾ അവിടെയും ചില വ്യക്തികൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെയും നമ്മൾ അന്ധമായിട്ട് മില്ലറ്റ് ഇതിനെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അന്ധമായ മില്ലറ്റ് തീവ്രവാദം പ്രചരിപ്പിക്കാൻ ഇവിടെ യാതൊരു തരത്തിലുള്ള ഉദ്ദേശവുമില്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജനറലി ബെനഫിഷ്യലാണ് ഇത്തരം ആളുകൾക്ക്, മോസ്റ്റ്ലി ഫേവറബിൾ ആണ്. മിക്കവാറും കാർഡിയോ വാസ്കുലർ ഡിസീസും മില്ലറ്റും നമ്മൾ പറയുന്നത് പോലെ വലിയ പ്രശ്നങ്ങളില്ല, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. മിക്കവാറും മില്ലറ്റുകളൊക്കെ ഈ പുറത്ത് പറയുന്ന 10 മില്ലറ്റുകളും പോസിറ്റീവ് മില്ലറ്റും അല്ലാത്ത മില്ലറ്റുകളൊക്കെ നമുക്ക് മിക്കവാറും ഈ കൊളസ്ട്രോൾ ഉള്ളവർക്കോ ലിപിഡ് കഴിക്കാവുന്നതാണ്. എങ്കിലും ഈ പറയുന്ന പൊതു നിയമങ്ങൾ ബാധകമാണ്. മില്ലറ്റ് റൊട്ടേഷൻ, ആൾട്ടർനേഷൻ, അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ പുളിപ്പിക്കലും മുളപ്പിക്കലൊക്കെ നമ്മൾ ചെയ്യുന്നത് പൊതുവേ തന്നെ നല്ലതാണ്. ഇൻക്ലൂഡിങ് കാർഡിയോ മെറ്റബോളിക് ഡിസോർഡേഴ്സ് ഉള്ളവർക്ക്. പൊതുവെ മില്ലറ്റുകൾ കാർഡിയോ മെറ്റബോളിക് ഡിസോർഡേഴ്സ് ഉള്ളവർക്ക്, ലിപ്പിഡ് അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉള്ളവർക്ക്, എന്താണ് നമ്മുടെ ലോ ലെവൽ ഓഫ് ഇതുണ്ടല്ലോ നമ്മുടെ HDL, ഹൈ ലെവൽ ഓഫ് LDL, ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ട്രൈഗ്ലിസറൈഡ്സ്, ഏറ്റവും പ്രധാനപ്പെട്ട ട്രൈഗ്ലിസറൈഡ്സ് മെറ്റബോളിസം. ലിപ്പിഡ് ഈസ് എ സേഫർ ഓപ്ഷൻ. മില്ലറ്റ്സ് ആർ എ വെരി സേഫർ ഓപ്ഷൻ, നല്ലൊരു ഓപ്ഷനാണ്. ഇനി COPD പോലുള്ള ആസ്മ പോലുള്ള ആളുകളുടെ കഥ. പൊതുവെ ആസ്മയുടെ ഏറ്റവും വലിയ വില്ലൻ കൂടുതലുണ്ടോ സാറേ? ഡോക്ടർ ഇനി എത്ര മിനിറ്റ് കാണും? നമ്മുടെ അവസാനത്തെ ഇതാണിത്. 2 സ്ലൈഡും കൂടിയേ ഉള്ളൂ. എത്ര സമയമായി. മിനിറ്റ് നമുക്ക് ബാക്കിയുണ്ട്? സമയമായി. ആണോ? അപ്പൊ ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് നമ്മൾ പറഞ്ഞല്ലോ. ലീക്കി ഗട്ടാണ് ആസ്മയുടെ ഏറ്റവും വലിയ വില്ലൻ. ലീക്കി ഗട്ടിന്റെ ഏറ്റവും നല്ല മരുന്നാണ് മില്ലറ്റുകൾ. സോ ദാറ്റ് ഈസ് അനദർ തിങ്. അവിടെ റാഗി ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ ധൈര്യമായിട്ട് നമുക്ക് കഴിക്കാം. റാഗിയും കഴിക്കാം വിത്ത് ഓൾ ദോസ് തിങ്സ്. പിന്നെ ന്യൂറോളജിക്കൽ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഫോക്സ്റ്റെയിൽ മില്ലറ്റ് ഒക്കെ നല്ലതാണ്, ലിറ്റിൽ മില്ലറ്റ് നല്ലതാണ്, ബാണിയാർഡ് ഇതൊക്കെ നല്ലതാണ്. അവിടെ പേൾ മില്ലറ്റ് എന്ന് പറയുന്ന ഏറ്റവും കോമൺ മില്ലറ്റായ ബാജറ മാത്രമാണ് ഇച്ചിരി വില്ലൻ എന്ന് പറയാവുന്നത്. അവിടെയും നമുക്ക് പരിഹാരങ്ങളുണ്ട്. ഡയബറ്റിസ്, ഓൾ മില്ലറ്റ്സ് ആർ ഗുഡ് എക്സെപ്റ്റ് ബാണിയാർഡ് ഇഫ് ഇറ്റ് ഈസ് ഓവർ കുക്ക്ഡ്. ഡയബറ്റിസ്, ഇൻസുലിൻ റെസിസ്റ്റൻസിന് എല്ലാ മില്ലറ്റുകളും നല്ലതാണ്. ബാണിയാർഡ് നമ്മൾ ചെയ്യുമ്പോൾ ഇതേപോലെ മുളപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ അഗെയിൻ ഡയബറ്റീസിന് നല്ലതാണ്. ഇതൊക്കെയാണ് പൊതുവെയുള്ള മില്ലറ്റിൻ്റെ മുൻകരുതലുകൾ, നമ്മൾ ചെയ്യേണ്ട മുൻകരുതലുകൾ. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ്. നമുക്ക് ഒരുപാട് മില്ലറ്റ് കഥകൾ വേറെയും പറയാനൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് ഉണ്ടെങ്കിൽ മറ്റൊരു അവസരത്തിലാവാം. താങ്ക് യു. ഒരു ക്ലാസ്സും കൂടെ എടുക്കാറുണ്ട് ഡോക്ടറെ? ഇനി സംശയങ്ങളൊക്കെ കാണുമല്ലോ, നമുക്കിപ്പോ സമയം പോയല്ലോ. തീർച്ചയായിട്ടും സംശയങ്ങളൊക്കെ കാണും, അതുകൊണ്ട് ഒരു ക്ലാസ്സും കൂടെ ഇനി എടുക്കണം. തീർച്ചയായിട്ടും എടുക്കാവുന്നതാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഇനി പറയാനുണ്ട്. ഇതൊക്കെ ഒരു ക്ലിനിക്കൽ സൈഡിലാണ്, നമ്മളിപ്പോഴും അടുക്കളയിലേക്ക് എത്തിയിട്ടില്ല. അതെ. അപ്പൊ ഏതായാലും ഇനി നമുക്ക് സമയമില്ല, 2 മിനിറ്റ് അധികം ആയിട്ടുണ്ട്. എങ്കിലും അത്യാവശ്യം ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാം, ചെറിയ രീതിയിൽ ഒന്ന് ചോദിക്കാൻ.
അത്യാവശ്യം ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിലായിട്ട് ചോദിക്കാം. തീർച്ചയായിട്ടും. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? സമയത്തിന്റെ കുറവ് മൂലം നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ഡോക്ടർക്ക് നന്ദി പറയുന്നതിന് എബ്രഹാം വൈദ്യൻ ഡോക്ടർ ഉണ്ടോ? നമ്മുടെ അബ്ദുസലാം ഡോക്ടർ ഇല്ലേ, പോയോ? അല്ല, സാറ് പോയെന്ന് തോന്നുന്നു. വൈദ്യര് ഡോക്ടർ അൺമ്യൂട്ട് ചെയ്തു. ഹലോ. ആ, നന്ദി പറയാമോ? ഓക്കെ. ഇത് വളരെ ആഗ്രഹിച്ചിരുന്ന ക്ലാസ്സാണ്. മില്ലറ്റ്സിനെ പറ്റി വളരെ വിശദമായ ക്ലാസ്, വളരെ ഭംഗിയായിട്ടുള്ള ക്ലാസ് എടുത്തു. പല സംശയങ്ങളും ഉണ്ടായിരുന്നത് തീർന്നു കിട്ടി. ഞാൻ ഈ ഫാക്കൽറ്റിയെ പറ്റി എനിക്ക് കൂടുതലായിട്ട് അറിഞ്ഞൂടാ, ഞാൻ ജസ്റ്റ് കയറി ചെയ്തതായിരുന്നു. അപ്പം എന്തായാലും ഡോക്ടർ വളരെ ആധികാരികമായിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. വളരെ നന്ദി. IFPSന്റെ എല്ലാവർക്കും വേണ്ടി ഡോക്ടർ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നന്ദി എബ്രഹാം വൈദ്യൻ ഡോക്ടറെ. എന്തായാലും ഇന്നത്തെ നമ്മുടെ 1967 സൂം വളരെ ഭംഗിയായിട്ട് ആണ് നടന്നത്. ഇത്രയും നല്ലൊരു ക്ലാസ് എടുത്ത് തന്ന നജീബ് ഡോക്ടർക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ഇതിന്റെ അടുത്ത ഭാഗവുമായിട്ട് എത്രയും വേഗം വരണം. കാരണം ഇത് നമുക്കെല്ലാം ആകാംക്ഷയോടെ ഇരിക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഈ മില്ലറ്റ്സ്. ശരിക്കും ഇന്ന് ഡോക്ടർ പറയുമ്പോഴാണ് ഇത് സ്ഥിരമായി ഉപയോഗിക്കാൻ പാടില്ല എന്ന് തന്നെ മനസ്സിലാകുന്നത്. ഇപ്പൊ എല്ലാവരും ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുമുണ്ടല്ലോ. ഏതായാലും നല്ലൊരു ക്ലാസ് ആണ് ഡോക്ടർ ഞങ്ങൾക്ക് തന്നത്. വീണ്ടും വീണ്ടും ഇതിന്റെ ബാക്കിയായിട്ട് വരണമെന്ന് ഒരിക്കൽ കൂടി അപേക്ഷിക്കുന്നു. നമ്മുടെ ഈ വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ 1967 സൂം വെബിനാർ വളരെ ഭംഗിയായി ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു.